ഹലോ എവ്രി വൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. സോ നമ്മൾ SCRTയുടെ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററായ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നും കളയാതെ തന്നെ കവർ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഴുതാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണ് എന്ത്, ഈ ഒരു വൈദ്യുത രസതന്ത്രം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാവാനായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് അനിമേഷൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്: എന്താണ് ക്രിയാശീല ശ്രേണി, ഗാൽവാനിക് സെൽ എന്താണ്, വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്താണ്, ഇലക്ട്രോ പ്ലേറ്റിംഗ് പ്രോസസ് എന്താണ്, പിന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ കവർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം പഠിക്കാനുള്ള കാര്യം ഇതാണ്: എന്താണ് ക്രിയാശീല ശ്രേണി അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ്. അപ്പൊ ആ ഇംഗ്ലീഷിലൂടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ SSC അതേപോലെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷിന്റെ ടേംസോടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്രിയാശീല ശ്രേണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്നതനുസരിച്ച് ക്രമീകരിക്കുന്ന ശ്രേണിയാണ് എന്ത്, ക്രിയാശീല ശ്രേണി. ഇതെന്താണ്, ഒരു PSC ചോദ്യമാക്കാവുന്നതാണ് അല്ലെ. ലോഹങ്ങളെ അവരുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ക്രമീകരിക്കുന്ന ശ്രേണിക്ക് പറയുന്ന പേരെന്താണ്, ക്രിയാശീല ശ്രേണി അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് ആണ്. ഈ റിയാക്ടിവിറ്റി സീരീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന റിയാക്ടിവിറ്റി സീരീസ് ഇതാണ്. ഈ ഒരു മൂലകങ്ങളെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കുറെ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെക്കാനായിട്ട് ഒരു ഈസി ആയിട്ടുള്ള ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഏതൊക്കെയാണ് ആ ഒരു മൂലകങ്ങൾ: പൊട്ടാസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇവരെ ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. കൃഷ്ണയെ കാണാൻ മൊഞ്ചാണ്. എന്താണ്, കൃഷ്ണയെ കാണാൻ മൊഞ്ചാണ്. ആലുവയിലെ സിഗ്നലിനടുത്ത് ഫ്രോക്കും നിക്കറും ടോപ്പും ലെഗിൻസും ഹീൽസും ഇട്ട് കോളേജിൽ പോകുന്ന സിൽവർ ചെരുപ്പിട്ട സ്വർണ്ണ മുടിയുള്ള കൊച്ചാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ട്രിക്കാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരുന്ന ഒരു സീരീസ് ആണ്, ഒരു ശ്രേണിയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് കേട്ടോ. അതായത് റിഡോക്സ് പൊട്ടൻഷ്യലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നവരാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. അതൊരു +2 ലെവലിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ആ ഒരു കോഡ് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഇതുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു കോഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചാനലിന്റെ യൂട്യൂബിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഷോർട്ട് ആയിട്ട് അത് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു ക്രിയാശീല ശ്രേണി ഈ ഒരു കോഡ് വെച്ച് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ നോക്കേണ്ട ഈ ഒരു ശ്രേണിയിൽ ഈ ഒരു മുകളിലോട്ടുള്ള ഈ ഒരു മൂലകങ്ങൾ, ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇവരെല്ലാം നമ്മളൊരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസിനെ പുറത്തേക്ക് കളയേണ്ടവരാണ് എന്തെന്ന് പറയുന്നത് ഒട്ടുമിക്ക മൂലകങ്ങൾ. പക്ഷെ ഇതിലേക്ക് മുകളിലേക്ക് വരുംതോറും, ഇതിന്റെ ക്രിയാശീല ശ്രേണിയിൽ ഈ ഒരു മുകളിലേക്ക് വരുംതോറും അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാം അല്ലെങ്കിൽ ആദേശം ചെയ്യാം അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷെ താഴോട്ട് വരുന്നവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഈ ഒരു ക്രിയാശീല ശ്രേണിയിൽ താഴെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിയത്തില്ല. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ ഈ കഴിഞ്ഞ UP സ്കൂൾ ടീച്ചർ 2024 ചോദിച്ച ഈ ഒരു ചോദ്യം വളരെ ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏതാണ്? നിങ്ങൾ നോക്കുക, ഓപ്ഷൻ സിങ്ക് ചോദിച്ചു, അലൂമിനിയം ചോദിച്ചു, ക്രോമിയം ചോദിച്ചു, കോപ്പർ ഉണ്ട്. ഇതിലേതാണ്? ഓക്കെ, സിങ്ക്, അലൂമിനിയം ഇതൊക്കെ എന്താണ്, മുകളിലുള്ളവരാണ്. ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യാം അല്ലെങ്കിൽ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവരാണ്. എന്നാൽ താഴെയുള്ള കോപ്പർ, സിൽവർ, ഗോൾഡിന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ D, കോപ്പർ ആണ് ഉത്തരം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ക്രിയാശീലത ശ്രേണി നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. ഇനി നിങ്ങൾ അറിയേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, എന്താണ് ക്രിയാശീല ശ്രേണിയും ആദേശ രാസപ്രവർത്തനങ്ങളും റിയാക്ടിവിറ്റി സീരീസും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസും എന്താണ്? അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം, ഞാനൊരു ബീക്കർ എടുത്തു, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഒരു ബീക്കർ എടുത്തു. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, കോപ്പർ സൾഫേറ്റിന്റെ ലായനി എടുത്തു. എന്താണ് കോപ്പർ സൾഫേറ്റ് ലായനി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ Cu2+ ഉണ്ട്, SO4 2- ഉണ്ട്. എന്താണ്, Cu2+ ആണ് കോപ്പറിന്റെ അയോൺ, SO4 2- ആണ് സൾഫേറ്റ്. അങ്ങനെയാണ് കോപ്പർ സൾഫേറ്റ് ലായനി എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ അകത്തോട്ട് വെള്ളമുണ്ട് അല്ലെ. അപ്പൊ കോപ്പർ സൾഫേറ്റ് ലായനി എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിലേക്ക് എന്ത് ചെയ്തു, ഒരു സിങ്കിന്റെ ദണ്ട്, ഒരു സിങ്കിന്റെ റോഡ് എന്ത് ചെയ്തു, ഞാൻ അതിലേക്ക് മുക്കി വെച്ചു. അപ്പൊ നിങ്ങൾക്കറിയാം ഒരു സിങ്കിന്റെ റോഡിന്റെ അകത്ത് എന്തുണ്ട്, ധാരാളം സിങ്ക് ആറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈ സിങ്ക് ആറ്റങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താണ്, സീറോ ഓക്സീകരണാവസ്ഥയാണ്. അവരുടെ ചാർജ് എന്താണ്, സീറോ ആണ്. കാരണം ആറ്റം ന്യൂട്രൽ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു സിങ്ക് ദണ്ടിലുള്ള സിങ്ക് ആറ്റങ്ങളുടെ ഓക്സീകരണാവസ്ഥ എന്താണ്, സീറോ ആണ്. അപ്പൊ ഞാൻ ഒരു സിങ്ക് ദണ്ട് ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് മുക്കി വെച്ച് കഴിഞ്ഞാൽ
എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നേരത്തെ പറഞ്ഞ ആരറിയണം? ആ ഒരു ക്രിയാശീല ശ്രേണി നിങ്ങൾ അറിയണം. ഇതിൽ സിങ്ക് നോക്കിയേ, സിങ്ക് ഇവിടാണ് വരുന്നത്. സിങ്കിന് താഴെയാണ് ആര് വരുന്നത്? നമ്മുടെ കോപ്പർ വരുന്നത്. അതായത് ഇതിന്റെ ക്രിയാശീലത കൂടിയ ലോഹം ഏതാണ്? സിങ്ക് ആണ്. കോപ്പറിന് അതിനേക്കാളും കുറവാണ്. അങ്ങനെ കുറഞ്ഞ ക്രിയാശീലത ഉള്ള ഒരു ലോഹത്തിന്റെ ലായനിയിൽ ക്രിയാശീലത കൂടിയ ഒരു ലോഹം നമ്മൾ മുക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ആദേശ രാസപ്രവർത്തനം നടക്കും. അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് നടക്കും. അതായത് മുകളിൽ കിടക്കുന്ന ഒരു ലോഹം താഴെ കിടക്കുന്ന ഏതെങ്കിലും ഒരു ലോഹത്തിന്റെ ലായനിയിൽ നമ്മൾ മുക്കി വെക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആദേശ രാസപ്രവർത്തനം നടക്കും. അതായത് ഇതിലുള്ള സിങ്കുകൾ എന്ത് ചെയ്യും? ഈ സൊല്യൂഷനിലോട്ട് വന്ന് ഇതിലുള്ള കോപ്പറിനെ എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ എന്ത് സംഭവിക്കും? ഇതിലുള്ള സിങ്ക് ആറ്റം സീറോയിൽ നിന്ന് സൊല്യൂഷനിൽ വന്നു. ആ ഒരു ലായനിയിൽ വന്നാൽ അവർ സിങ്ക് സീറോ ആയിട്ട് ഇരിക്കത്തില്ല, അവർ എന്തായിട്ട് മാറും? അയോൺ ആയിട്ട് മാറും, സിങ്ക് 2+ ആയിട്ട് മാറും. അങ്ങനെ സിങ്ക് സീറോയിൽ നിന്ന് സിങ്ക് 2+ ആകുമ്പോൾ അവർ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അവർ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് 2 പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്. അല്ലെ, ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോൾ പോസിറ്റീവ് ചാർജ് കിട്ടും, ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ് കിട്ടും. അങ്ങനെ ഇതിലുള്ള സിങ്ക് സീറോ എന്ത് ചെയ്തു? ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി സിങ്ക് 2+ ആയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു ലായനിയിൽ വന്നു. അപ്പൊ അവരെന്ത് ചെയ്യണം? അവർ ഇതിലുള്ള Cu2+ എന്ത് ചെയ്യണം? ആദേശം ചെയ്യണം. എന്ത് ചെയ്യണം? ഡിസ്പ്ലേസ് ചെയ്യണം. അതുപോലെ Cu2+ എന്തായിട്ട് മാറും? അത് Cu0 ആയിട്ട് മാറണം. അപ്പൊ Cu2+ ഇവിടെ വന്ന് എന്തായിട്ട് മാറി? Cu0 ആയിട്ട് മാറി. അതായത് ഇവരെന്ത് ചെയ്തു? ആ ഒരു സിങ്ക് കോപ്പറിനെ എന്ത് ചെയ്തു? നീക്കം ചെയ്തു. അതാണ് എന്തെന്ന് പറയുന്നത്? ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. പക്ഷെ തിരിച്ച് നിങ്ങൾ ഈ ഒരു കോപ്പറിന്റെ ദണ്ടെടുത്ത് എന്ത് ചെയ്യുക? സിങ്ക് സൾഫേറ്റിന്റെ സൊല്യൂഷനാണ് ഇടുന്നതെങ്കിൽ എന്ത് ചെയ്യത്തില്ല? അവിടെ ഈ ഒരു ആദേശ രാസപ്രവർത്തനം നടക്കത്തില്ല. കാരണം എന്താണ്? സിങ്ക് മുകളിലും കോപ്പർ താഴെയുമാണ് വരുന്നത്. അല്ലെ? അപ്പൊ നിങ്ങൾ അറിയേണ്ടത്, മുകളിലുള്ള ഒരു ലോഹത്തെ താഴെയുള്ള ഒരു ലോഹത്തിന്റെ ലായനിയിൽ നിങ്ങൾ മുക്കി വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? അവിടെ ആദേശ രാസപ്രവർത്തനം നടക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു സീരീസിന്റെ ആ ഒരു ക്രമം നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നിങ്ങൾ നോക്കി, ഈ റിയാക്ഷൻ നടത്തുമ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് സിങ്ക് ഉണ്ടായിരുന്നു, അവരുടെ ഓക്സീകരണാവസ്ഥ എന്തായിരുന്നു? 0 ആയിരുന്നു. അവർ കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ മുക്കി വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? സിങ്ക് 2+ ഫോം ചെയ്തു. അല്ലെ, ആ ഒരു സിങ്ക് 2+ ഇതിലുള്ള SO4 2- ചേർന്ന് എന്ത് സംഭവിക്കും? സിങ്ക് സൾഫേറ്റ് ഫോം ചെയ്തു. അല്ലെ, സിങ്ക് സൾഫേറ്റ് എവിടെ ഫോം ചെയ്തു? ഈ ഒരു ലായനിയിൽ ഫോം ചെയ്തു. ഇനി സൊല്യൂഷനുള്ള ഈ ഒരു ലായനിലുള്ള Cu2+ എന്ത് ചെയ്തു? കോപ്പറായിട്ട് എന്ത് ചെയ്തു? ഈ ഒരു സിങ്ക് ദണ്ടിൽ വന്ന് അടിഞ്ഞു. അല്ലെ, ഡെപ്പോസിറ്റ് ചെയ്തു. അതാണ് സിങ്ക് പ്ലസ് CuSO4 എന്തായിട്ട് മാറിയത്? സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ ആയിട്ട് മാറിയത്. ഇനി സിങ്കിന്റെ ഓക്സീകരണാവസ്ഥ നിങ്ങൾക്ക് അറിയാം, എത്രയാണ്? 0 ആണല്ലേ. അവർ ആറ്റമാണ്, ആറ്റം ന്യൂട്രൽ ആണ്, അവരുടെ ചാർജ് എന്താണ്? 0 ആണ്. ഇനി നമ്മൾ SO4 2- അല്ലേ, SO4ന് ചാർജ് എത്രയാണ്? 2- ആണ്. അപ്പൊ SO4ന് നമ്മൾ 2- കൊടുത്തു. നിങ്ങൾക്കറിയാം ഒരു സംയുക്തത്തിന്റെ മൊത്തത്തിലുള്ള ചാർജ് എന്താണ്? 0 ആണ്. അപ്പം ഇത് SO4 2- ആയിക്കഴിഞ്ഞാൽ കോപ്പറിന്റെ ചാർജ് എത്ര ആയിട്ട് മാറണം? +2 ആയിട്ട് മാറണം. അപ്പൊ +2 -2 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനി സിങ്ക് സൾഫേറ്റ് നോക്കിയേ, ഇതിനെന്താണ്? ഇതിന് -2 ആണ്. സിങ്കിന്റെ എത്ര വരണം? +2 വരണം. അപ്പൊ അവരും എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനി കോപ്പറിന്റെ ആറ്റം അല്ലേ, അയാളുടെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? 0 ആണ്. അല്ലെ? ഇനി ഒരു റിയാക്ഷൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ സിങ്കിന്റെ 0യിൽ നിന്ന് സിങ്കിന്റെ ഓക്സീകരണാവസ്ഥ എന്തായിട്ട് കൂടി? +2 ആയിട്ട് കൂടി. അല്ലെ, 0യിൽ നിന്ന് +2ലേക്ക് കൂടി. അങ്ങനെ ഓക്സീകരണാവസ്ഥ കൂടുന്ന പ്രക്രിയയാണ് നമ്മൾ ഓക്സീകരണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. എന്നാലും നിങ്ങൾ നോക്കിയ കോപ്പറിന്റെ +2ൽ നിന്ന് കോപ്പർ എത്രയായിട്ട് മാറി? 0 ആയിട്ട് മാറി. കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ എന്ത് ചെയ്തു? കുറഞ്ഞു. അങ്ങനെ കുറയുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് പറയുന്നത്. അത് ഓക്സീകരണാവസ്ഥ കൂടുന്ന പ്രോസസ്സ് എന്താണ്? ഓക്സിഡേഷൻ ആണ്. ഓക്സീകരണാവസ്ഥ കുറയുന്ന പ്രോസസ്സ് എന്താണ്? റിഡക്ഷൻ ആണ്. ഇനി ഒരു ഓക്സീകരണാവസ്ഥ ഒരു പ്രോസസ്സിൽ ഓക്സീകരണവും നിരോക്സീകരണവും നടക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ റിഡോക്സ് പ്രവർത്തനം എന്ന് പറയുന്നത് കേട്ടോ. ഒരു റിയാക്ഷനിൽ ഒരാൾക്ക് ഓക്സീകരണവും മറ്റൊരാൾക്ക് നിരോക്സീകരണം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രക്രിയയാണെന്ത്? റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതെന്താണ്? ഒരു റിഡോക്സ് പ്രവർത്തനമാണ്. അല്ലെ, സിങ്കിന് ഓക്സീകരണം സംഭവിച്ചു, കോപ്പറിന് നിരോക്സീകരണം സംഭവിച്ചു. ഇനി നമുക്ക് ഇതിന് വേറെ ഡെഫിനിഷനോടെ കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? സിങ്ക് ഇവിടുന്ന് താഴേക്ക് വന്നപ്പോൾ 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി. അല്ലെ, അതായത് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്ന ആൾക്കാണ് എന്ത് സംഭവിക്കുന്നത്? ഓക്സീകരണം സംഭവിക്കുന്നത്. ഇനി ആ നഷ്ടപ്പെടുത്തിയ ഇലക്ട്രോണിനെ സ്വീകരിച്ചു ആര്? ഈ ഒരു ലായനിയിലുള്ള Cu2+ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറി? കോപ്പർ 0 ആയിട്ട് മാറി. അല്ലെ, 2+ ഉണ്ടായിരുന്നു, അവർ 2 ഇലക്ട്രോണിനെ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ആ 2+ നഷ്ടപ്പെട്ടു. അല്ലെ, അപ്പൊ ഒരു 0 മാറി. അങ്ങനെ ആ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആൾക്കാണ് എന്ത് സംഭവിക്കുന്നത്? നിരോക്സീകരണം സംഭവിക്കുന്നത്. ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾക്കാണ് എന്ത് സംഭവിക്കുന്നത്? ഓക്സീകരണം സംഭവിക്കുന്നത്. ഇതാണ് പുസ്തകത്തിലുള്ള ആ റിയാക്ഷൻ നമുക്ക് എഴുതി നോക്കാം. സിങ്കിന് എന്ത് സംഭവിച്ചു? ഇതിലുള്ള സിങ്ക് 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി. അല്ലെ, -2 ഇലക്ട്രോൺ എന്തായിട്ട് മാറി? സിങ്ക് 2+ ആയിട്ട് മാറി. അല്ലെ, നമ്മൾ പക്ഷെ ഒരിക്കലും എന്ത് ചെയ്തില്ല? -2 ഇലക്ട്രോൺ എഴുതാറില്ല കേട്ടോ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ഈ ഒരു ആരോ മാർക്കിന് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? +2 ഇലക്ട്രോണിനെ എഴുതാറുള്ളൂ.
അപ്പൊ നമ്മൾ നോക്കി ഇത് ഈ റിയാക്ഷനെ മാറ്റി ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. സിങ്ക് 2++2 ഇലക്ട്രോൺ എഴുതാറുണ്ട്. ഇങ്ങനെയാണ് നിങ്ങളുടെ SCRT കാണിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, സിങ്ക് എന്ത് ചെയ്തു, 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയാണ് സിങ്ക് 2+ ആയിട്ട് മാറിയത്. പക്ഷെ നമ്മൾ മൈനസിന് എഴുതാത്തോണ്ട് എന്ത് ചെയ്തു, ഇവരെ ആരോ മാർക്കിന് അപ്പുറത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്തു, +2 ഇലക്ട്രോൺ നമ്മൾ എഴുതി. ഇവിടെ 0-ൽ നിന്ന് +2-ലേക്ക് കൂടിയില്ലേ, ഓക്സീകരണാവസ്ഥ കൂടി. ആ ഒരു പ്രോസസ് എന്താണ്, ഓക്സീകരണം അല്ലെങ്കിൽ എന്താണ്, ഓക്സിഡേഷൻ ആണ്. വളരെ ഈസിയാണ്. ഇനി കോപ്പറിന് എന്ത് സംഭവിച്ചു, സൊല്യൂഷനുള്ള Cu2+, ലായനിയിലുള്ള Cu2+, ഈ ഒരു സിങ്ക് നഷ്ടപ്പെടുത്തി ഈ ഒരു 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്തു, കോപ്പർ 0 ആയിട്ട് മാറിയിട്ട് എവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തു, ഈ ഒരു സിങ്ക് ദണ്ടില് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ഇവിടുന്ന് +2-ൽ നിന്ന് 0-ലേക്ക് ആ ഒരു ഓക്സീകരണാവസ്ഥ കുറഞ്ഞ പ്രോസസ് എന്താണ്, നിരോക്സീകരണമാണ് അല്ലെങ്കിൽ റിഡക്ഷൻ ആണ്. വളരെ ഈസിയാണ്. നമ്മുടെ SCRT പറഞ്ഞ സെന്റൻസ് നിങ്ങൾ ഇനി ഒന്ന് വായിച്ചു നോക്കുക. ക്രിയാശീലം കൂടിയ ലോഹം ഏതാണ്, സിങ്ക്. ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന്റെ ലവണ ലായനിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആദേശം ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് കോപ്പറിനെ സിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആദേശം ചെയ്യുന്നുണ്ട്. ഇത്തരം രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണവും അല്ലെ, സിങ്കിനാണ് ഓക്സീകരണം സംഭവിച്ചത്, ഓക്സീകരണവും. ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന് എന്ത് സംഭവിക്കും, നിരോക്സീകരണവും സംഭവിക്കുന്നു അല്ലെ. പ്ലസിനാണ് അതിന്റെ ക്രിയാശീലത കുറവ് അല്ലെ, അവർക്ക് എന്ത് സംഭവിച്ചു, നിരോക്സീകരണം സംഭവിച്ചു. ആദേശ രാസപ്രവർത്തനങ്ങൾ എന്താണ്, റിഡോക്സ് പ്രവർത്തനങ്ങളാണ്. കാരണം എന്ത് ചെയ്തു, ഒരാൾക്ക് എന്ത് ചെയ്തു, ഓക്സീകരണം സംഭവിച്ചു, മറ്റൊരാൾക്ക് എന്ത് സംഭവിച്ചു, റിഡക്ഷൻ സംഭവിച്ചു. ഒരു 5 സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിന് സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, സെന്റൻസുകൾ ചോദിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കണം. ആദേശ രാസപ്രവർത്തനങ്ങൾ എന്താണ്, റിഡോക്സ് പ്രവർത്തനങ്ങളാണ് അല്ലെ. ഇനി അടുത്ത് നിങ്ങൾ അറിയേണ്ടത്, പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ബീക്കറിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ് ലായനി നമ്മൾ തയ്യാറാക്കി, അതിലേക്ക് ഒരു സിങ്ക് ദണ്ട് ഇറക്കി വെക്കുക അല്ലെ, നമ്മൾ ഇപ്പം ചെയ്ത കാര്യമാണ്. ഇനി ഇതിനെ ബന്ധപ്പെടുത്തി കുറെ ചോദ്യങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പല രീതിയിലായിട്ട് നമുക്ക് PSCക്ക് ചോദിക്കാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, സിങ്ക് ദണ്ടിന് വന്ന മാറ്റം എന്താണ്. സിങ്ക് ദണ്ടിലേക്ക് ആര് വന്നു, കോപ്പർ വന്നു അല്ലെ. അപ്പൊ സിങ്ക് ദണ്ടിന് എന്ത് മാറ്റം സംഭവിക്കും, സിങ്കിന്റെ ദണ്ടിന്റെ കളർ മാറും. കാരണം സൊല്യൂഷനുള്ള കോപ്പർ അങ്ങോട്ട് പോയില്ലേ, സിങ്കിന്റെ കളർ മാറണ്ടേ. അപ്പൊ നിങ്ങൾ നോക്കി, പരീക്ഷണത്തിന് മുമ്പ് സിങ്കിന് എന്തില്ലായിരുന്നു, നിറമില്ലായിരുന്നു. എന്നാൽ പരീക്ഷണത്തിന് ശേഷം എന്ത് ചെയ്തു, കോപ്പർ പറ്റിപ്പിടിക്കുന്നതിനാൽ നിറം എന്തായിട്ട് മാറും, നീല നിറമായിട്ട് മാറും. കാരണം കോപ്പർ സൾഫേറ്റിൽ Cu2+ ആണ് എന്ത്, ആ ഒരു നീല നിറം ഉണ്ടാക്കുന്നത് കേട്ടോ. ആ ഒരു കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറം എന്താണ്, നീലയാണ്. കാരണം എന്താണ്, അതിൽ Cu2+ അയോണുകൾ. അപ്പൊ അത് ആ ഒരു സിങ്ക് ദണ്ടിൽ വന്ന് എന്ത് ചെയ്യുമ്പോൾ അടിയുമ്പോൾ ആ സിങ്കിന്റെ കളർ എന്തായിട്ട് മാറും, നീല നിറമായിട്ട് മാറും. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇതിന് കാരണം എന്താണ്, എന്താണ് കാരണം, സിങ്ക് ദണ്ട് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചപ്പോൾ ലായനിയിലുള്ള Cu2+ അയോണുകൾ എന്ത് ചെയ്തു, Cu ആറ്റങ്ങളായി സിങ്ക് ദണ്ടിൽ പറ്റിപ്പിടിക്കുന്നു. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, സിങ്ക് ദണ്ടിന് നീല നിറമായിട്ട് മാറിയത്. ഇനി അടുത്ത നോക്കിയേ, കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറം മങ്ങുന്നതിനുള്ള കാരണം എന്താണ്. കാരണം ഞാൻ പറഞ്ഞ കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറം എന്താണ്, നീല കളറാണ്. കാരണം അതിൻ്റെ അകത്ത് Cu2+ അയോൺ ഉണ്ട്. പക്ഷെ ആ ഒരു ലായനിലുള്ള Cu2+ എല്ലാം മാറിയിട്ട് എന്ത് ചെയ്യും, Cu ആറ്റങ്ങളായിട്ട് സിങ്ക് ദണ്ടിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ലായനിയുടെ കളർ മങ്ങത്തില്ല. കാരണം ആ Cu2+ അളവ് കുറഞ്ഞു. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ആ ഒരു ലായനിയുടെ നിറം മങ്ങുന്നത്. CuSO4 ലായനിയുടെ നീല നിറത്തിന് കാരണം എന്താണ്, Cu2+ അയോണുകളാണ്. സിങ്ക് ദണ്ട് കോപ്പർ സൾഫേറ്റിൽ മുക്കി വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു, ലായനിയിലുള്ള Cu2+ അയോണുകൾ കോപ്പർ ആറ്റങ്ങളായി എവിടെ ഡെപ്പോസിറ്റ് ചെയ്തു, സിങ്ക് ദണ്ടിൽ പറ്റിപ്പിടിച്ചു. അതിന് കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു നിറം മങ്ങുന്നത്. ഇനി ഇവിടെ ഏത് ലോഹമാണ് ആദേശം ചെയ്യപ്പെട്ടത്, നിങ്ങൾ അറിയണം. ആദേശം ചെയ്യപ്പെട്ട ലോഹം ഏതാണ്, ആ ക്രിയാശീലത ശ്രേണിയിൽ താഴെ കാണുന്ന ആളായിരിക്കും എന്ത് ചെയ്യുന്നത്, ആദേശം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ സ്വതന്ത്രമാക്കിയത് അല്ലെ. CuSO4 എന്ന സംയുക്തത്തിൽ നിന്നും Cuവിനെ, ആ ഒരു കോപ്പറിനെയാണ് എന്ത് ചെയ്തത്, ആദേശം ചെയ്യപ്പെട്ടത്. അപ്പൊ ആരാണ് ഉത്തരം, കോപ്പറാണ് ഉത്തരം. ഇനി അടുത്ത നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞ ഒരു എക്സാമ്പിളോടെ നിങ്ങൾ നോക്കണം കേട്ടോ. കാരണം എപ്പോഴും എന്ത് ചെയ്തില്ല, സിങ്കും കോപ്പറും തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ AgNO3 ലായനിയിൽ ഒരു കോപ്പർ തകിട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഇങ്ങനെ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്രിയാശീല ശ്രേണി എഴുതി നോക്കണം. ഇതിലെന്താണ്, സിൽവർ നൈട്രേറ്റ് താഴെയാണ്, കോപ്പർ മുകളിലാണ്. അതായത് ഒരു ലോഹം മുകളിൽ കിടക്കുന്ന ഒരു ലോഹം താഴെ കിടക്കുന്ന ഒരു ലോഹത്തിന്റെ ലായനിയിൽ നമ്മൾ മുക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ആദേശ പ്രവർത്തനം നടക്കും. ഇവിടെ എന്ത് ചെയ്യും, ആ ഒരു റിയാക്ഷൻ നടക്കും. കാരണം കോപ്പറാണ് മുകളിലുള്ളത്, അയാളുടെ തകിടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, താഴെ കിടക്കുന്ന ആളുടെ ലായനിയിലേക്ക് മുക്കി വെക്കുന്നത് അല്ലെ. ഇനി നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും, AgNO3 എന്ന് പറഞ്ഞാൽ എന്താണ്, Ag+ NO3- ആണ് കേട്ടോ. Ag+ NO3- ആണ് AgNO3. അപ്പൊ ഇവരെ നമ്മൾ ഇങ്ങോട്ട് മുക്കി വെക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിലുള്ള കോപ്പർ ആറ്റം എന്ത് ചെയ്യും, 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി എന്തായിട്ട് മാറും, കോപ്പർ 2+ ആയിട്ട് ഈ ഒരു സൊല്യൂഷനിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിലുള്ള Ag+ എന്തായിട്ട് മാറും, Ag+ Ag0 ആയിട്ട് മാറിയിട്ട് എന്ത് ഈ ഒരു കോപ്പർ തകിടിൽ വന്ന്
ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഇവിടുത്തെ ആ ഒരു മൊത്തത്തിലുള്ള റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? AgNO3യിൽ നിന്ന് കോപ്പർ തകട് നമ്മൾ മുഖ്യ വെച്ചിട്ട് എന്ത് ചെയ്തു? ഈ ഒരു കോപ്പർ AgNO3യിൽ നിന്ന് Ag എന്ത് ചെയ്തു? ആദേശം ചെയ്തു. അതായത് Ag എന്തായിട്ട് മാറി? AgNO3 Ag ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ ഒക്കെ കണ്ടുപിടിക്കുന്നത് വളരെ ഈസിയാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമുക്കത് ഈസി ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു NO3 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞത് എന്താണ്? -1 ആണ് NO3യുടെ ഓക്സീകരണാവസ്ഥ. സിൽവറിന്റെ എന്തായിരിക്കും? ഒരു NO3ക്ക് -1 ആണെങ്കിൽ സിൽവറിന്റെ എന്തായിരിക്കണം? മൊത്തത്തിലൊരു സംയുക്തം 0 ആവുന്നതുകൊണ്ട് +1 ആയിരിക്കണം. ഇനി കോപ്പർ ഒരു മെറ്റൽ അല്ലേ, അയാളുടെ എന്താണ്? 0 ആണ് ഓക്സീകരണാവസ്ഥ. ഇനി നോക്കി NO3യുടെ വീണ്ടും എന്താണ്? -1 ആണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് രണ്ട് NO3 ഉണ്ട് കേട്ടോ. -1 × 2 ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ എത്ര വരണം? ഇത് -1 അല്ല, -1 × 2 ആണ്. എത്രയാണ്? -2 ആണ്. അപ്പൊ ഇതെന്തായിട്ട് വരണം? +2 ആയിട്ട് വരണം. കാരണം മൊത്തത്തിൽ 0 പറഞ്ഞാൽ ഇത് -2 ആയിട്ട് ഇത് എന്തായിട്ട് വരണം? +2 ആയിട്ട് വരണം. ഇനി സിൽവറിന് എന്തായിരിക്കും? ആറ്റം അല്ലേ, 0 ആണ്. നിങ്ങൾ നോക്കിയ സിൽവറിന്റെ ഓക്സീകരണാവസ്ഥയ്ക്ക് എന്ത് സംഭവിച്ചു? +1ൽ നിന്ന് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഓക്സീകരണാവസ്ഥ എന്ത് ചെയ്തു? കുറഞ്ഞു. കുറയുന്ന പ്രോസസ്സ് എന്താണ്? നിരോക്സീകരണമാണ്. അപ്പൊ സിൽവറിന് എന്ത് സംഭവിച്ചു? നിരോക്സീകരണം സംഭവിച്ചു. ഇനി കോപ്പറിനെ നോക്കിയേ, കോപ്പർ 0ൽ നിന്ന് കോപ്പർ എന്തായിട്ട് മാറി? +2ലേക്ക് ഓക്സീകരണാവസ്ഥ കൂടിയ പ്രോസസ്സ് എന്താണ്? ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണമാണ് അവിടെ സംഭവിച്ചത് അല്ലെ? ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണമാണ് അവിടെ സംഭവിച്ചത്. വളരെ ഈസിയാണ്. ഇനി നിങ്ങൾ അറിയേണ്ടത്, ആ ഒരു റിയാക്ടിവിറ്റി സീരീസിൽ നമ്മൾ താഴെ കിടക്കുന്ന ആൾക്കാണ് എപ്പോഴും എന്ത് സംഭവിക്കുന്നത്? നിരോക്സീകരണം സംഭവിക്കുന്നത്. മുകളിൽ കിടക്കുന്ന ആൾക്കാണ് എന്ത് സംഭവിക്കുന്നത്? ഓക്സീകരണം സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു റിയാക്ഷൻ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? അവിടെ ആ ഒരു കോപ്പർ തകിടിലുള്ള കോപ്പറിന് എന്ത് സംഭവിച്ചു? ഇത് കോപ്പർ 0 ആയിരുന്നു അല്ലെ? അയാൾ എന്ത് സംഭവിച്ചു? 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി എന്തായിട്ട് മാറി? കോപ്പർ 2+ ആയിട്ട് മാറി. ഒപ്പം എന്ത് ചെയ്തു? 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി അല്ലെ? അതായത് 0ൽ നിന്ന് +2ലേക്ക് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ കൂടി. ആ പ്രോസസ്സ് എന്താണ്? ഓക്സീകരണമാണ്. ഇനി സിൽവറിന് എന്ത് സംഭവിച്ചു? ആ സൊല്യൂഷനുള്ള Ag+ എന്ത് ചെയ്തു? സൊല്യൂഷൻ Ag+ ആണുള്ളത് അല്ലെ? അയാൾ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു കേട്ടോ. ഒരു പ്ലസ് ആകുമ്പോൾ ഒരു ഇലക്ട്രോണിനെയാണ് സ്വീകരിക്കുന്നത്. എന്തായിട്ട് മാറും? അത് Ag0 ആയിട്ട് മാറും. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു ഓക്സീകരണവും നിരോക്സീകരണവും എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. നമുക്ക് അടുത്ത നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സിങ്ക്, കോപ്പർ ഇവയിൽ ഏതിനാണ് ക്രിയാശീലത കൂടുതൽ? ഏതിനായിരിക്കും? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഏതിനാണ് ക്രിയാശീലത കൂടുതൽ? സിങ്കിനാണ് ക്രിയാശീലത കൂടുതൽ. അത് നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഒരു ചോദ്യമാണ്. സിങ്ക്, കോപ്പർ ഇവയിൽ ഏതിനാണ് ക്രിയാശീലത കൂടുതൽ? സിങ്കിനാണ്. സിങ്കിന് വന്ന മാറ്റം എന്താണ്? സിങ്ക് എന്തായിട്ട് മാറി? സിങ്ക് 2++ 2 ഇലക്ട്രോൺ ആയിട്ട് മാറി അല്ലെ? ഈ പ്രവർത്തനം ഓക്സീകരണമാണോ നിരോക്സീകരണമാണോ? ഏതാണ് ഇതില്? അതിന്റെ ഓക്സീകരണാവസ്ഥ കൂടി അല്ലെങ്കിൽ ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. ആ പ്രോസസ്സ് എന്താണ്? ഓക്സീകരണമാണ് അല്ലെ? ആൻസർ എന്താണ്? ഓക്സീകരണമാണ്. കാരണം ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണെന്ത്? ഓക്സീകരണം. ഇനി കോപ്പറിന് വന്ന മാറ്റം എന്തായിരുന്നു? കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറി? കോപ്പർ 0 ആയിട്ട് മാറി. ഓക്സീകരണാവസ്ഥ കുറഞ്ഞു അല്ലെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിച്ച ആ ഒരു പ്രോസസ്സ് എന്താണ്? നിരോക്സീകരണമാണ്. അപ്പൊ നിരോക്സീകരണമാണ്. ഇലക്ട്രോണുകളെ നേടുന്ന പ്രവർത്തനം എന്താണ്? നിരോക്സീകരണമാണ്. വളരെ ഈസിയാണ്. ഇനി നിങ്ങൾ നോക്കാം, നമ്മുടെ പുസ്തകത്തിൽ കുറെ ലൈനുകൾ തന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ദണ്ടുകൾ മുക്കി വെച്ചത് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് റിയാക്ഷൻ നടക്കുന്നത് നടക്കത്തില്ല നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. പല രീതിയിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് ഒരു ടേബിൾ, പുസ്തകത്തിലുള്ള ടേബിൾ നമുക്ക് നോക്കാം. നോക്കി, മഗ്നീഷ്യം എന്തിൽ മുക്കി വെച്ചിരിക്കുന്നു? കോപ്പർ സൾഫേറ്റിൽ മുക്കി വെച്ചിരിക്കുന്നു. ഈ റിയാക്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ കാരണം എന്തായിരിക്കും? എന്തെടുക്കണം? റിയാക്ടിവിറ്റി സീരീസ് എടുക്കണം. നോക്കി, മഗ്നീഷ്യം കിടക്കുന്ന ഇവിടെ മുകളിലാണ്, ഇവിടെ കോപ്പർ കിടക്കുന്ന എവിടെ? താഴെയാണ്. അപ്പൊ താഴെ കിടക്കുന്ന ആളുടെ ലായനിയിലാണ് നമ്മൾ മുകളിൽ കിടക്കുന്ന ആ ഒരു ലോഹം മുക്കി വെക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ആ റിയാക്ഷൻ നടക്കും. അവിടെ ആദേശ പ്രവർത്തനം നടക്കും അല്ലെ? അതുകൊണ്ട് നടക്കുന്നു. നിങ്ങൾ നോക്കിയേ, സിൽവറും കോപ്പർ സൾഫേറ്റും എടുത്തു. സിൽവർ അവിടെ കിടക്കുന്നത് താഴെയാണ്, ലായനിയുള്ള ആൾ അവിടെ കിടക്കുന്നത് മുകളിലാണ് കിടക്കുന്നത്. അപ്പൊ ഈ ഒരു ആദേശ പ്രവർത്തനം അവിടെ നടക്കുമോ? ഇല്ല, അവിടെ നടക്കത്തില്ല അല്ലെ? തിരിച്ചു വന്നായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. ഇനി മഗ്നീഷ്യം, സിങ്ക് നിങ്ങൾ നോക്കി, മഗ്നീഷ്യം മുകളിലാണ്, സിങ്ക് എവിടാണ്? സിങ്ക് താഴെയാണ്. അപ്പൊ ആ റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ? മുകളിലുള്ള ആളാണ് അല്ലെ മഗ്നീഷ്യം, ലോഹം മുകളിലുള്ള ആളാണ്. അപ്പൊ ആ റിയാക്ഷൻ എന്ത് ചെയ്യും? നടക്കും. ഇനി അടുത്ത് നോക്കിയേ, മഗ്നീഷ്യവും സിൽവറും, മഗ്നീഷ്യം മുകളിലുള്ള ആളാണ്, സിൽവർ താഴെയുള്ള ആളാണ്. ഉറപ്പായിട്ടും എന്ത് ചെയ്യും? നടക്കും. ഇനി കോപ്പറും മഗ്നീഷ്യം സൾഫേറ്റും എടുത്തു കഴിഞ്ഞാലോ? കോപ്പർ എവിടെയാണ് വരുന്നത്? കോപ്പർ താഴെയും, മഗ്നീഷ്യം സൾഫേറ്റ് എന്താണ് വരുന്നത്? മഗ്നീഷ്യം മുകളിലുമാണ് വരുന്നത്. അതായത് അത് ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ ഇത് എന്ത് ചെയ്യത്തില്ല? ആ ഒരു ആദേശ പ്രവർത്തനം നടക്കത്തില്ല. അപ്പൊ ഇങ്ങനെ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു ടോപ്പിക്ക് നിങ്ങൾ നോക്കുക, ജലവുമായുള്ള ലോഹങ്ങളുടെ പ്രവർത്തനം. ഇതാണ് നമ്മുടെ ആ ഒരു SCRT ആദ്യം കൊടുത്തിരിക്കുന്ന ടോപ്പിക് കേട്ടോ. പക്ഷെ നമ്മൾ ആ ഒരു ക്രിയാശീലത ശ്രേണി മനസ്സിലാക്കാണ്ട് ഇത് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്തത്? ക്രിയാശീലത ശ്രേണി പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? ബാക്കി റിയാക്ഷൻസ് നോക്കുന്നത്.
ഇപ്പൊ ജലവുമായുള്ള ലോഹങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ നോക്കുക. അതിൽ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യമാണ്, 3 ബീക്കറുകളിൽ തുല്യ അളവ് ജലം എടുക്കുക, അതിലേക്ക് സോഡിയം, മഗ്നീഷ്യം, കോപ്പർ ഇവയുടെ ഒരേപോലുള്ള കഷ്ണങ്ങൾ എടുത്ത് ഓരോന്നും ഓരോ ബീക്കറിൽ ഇടുക. എന്നിട്ട് അതിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ ക്രിയാശീലതാ ശ്രേണി മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഏത് ലോഹമാണ് തീവ്രമായി പ്രവർത്തിച്ചത്, അതാണ് ചോദ്യം. ഏതൊക്കെ എടുത്തിട്ടുണ്ട്? സോഡിയം, മഗ്നീഷ്യം, കോപ്പർ. ഇതിൽ ഏത് ലോഹമാണ് തീവ്രമായി പ്രവർത്തിച്ചത്, അതായത് പെട്ടെന്ന് റിയാക്ഷൻ നടന്നത് ആർക്കാണ് എന്ന് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കി, നമ്മൾ എന്താ അറിയണം? നമ്മുടെ ക്രിയാശീലതാ ശ്രേണി അറിയണം. ഇവിടെ ആരാണ് വന്നിരിക്കുന്നത്? സോഡിയം, മഗ്നീഷ്യം, കോപ്പർ. ഇവരിൽ ആരാണ് ഏറ്റവും മുകളിലുള്ളത്? നമ്മുടെ സോഡിയമാണ് ഏറ്റവും മുകളിലുള്ളത്. മുകളിലുള്ള ആളായിരിക്കും എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് റിയാക്ഷൻ നടക്കുന്നത്, അല്ലെ? പെട്ടെന്ന് അവരുടെ ക്രിയാശീലത ആയിരിക്കും കൂടുതൽ, അവരായിരിക്കും പെട്ടെന്ന് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം ഏതായിരിക്കും? ഉത്തരം സോഡിയം ആയിരിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ക്രിയാശീലത ശ്രേണി നിങ്ങൾ ഓർത്തിരിക്കണമെന്ന്. ഞാൻ അടുത്ത ചോദ്യം നോക്കി, പ്രവർത്തന ഫലമായി ഉണ്ടായ വാതകം ഏതാണ്? നമ്മൾ പറഞ്ഞു ഇവരെ ഒരു എന്താണ്, ഈ എല്ലാ ലോഹങ്ങളും എന്ത് ചെയ്യുന്നത്? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത ഇവിടെ ഏത് ഗ്യാസ് ആയിരിക്കും ഉണ്ടാവുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ വാതകം എന്താണ്? ഹൈഡ്രജൻ ആണ്. ഇനി അതിന്റെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ, രാസ സമവാക്യം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? ഇതിലെ ആ ഒരു സോഡിയം നമ്മൾ എടുത്തു, അതിലെ വെള്ളമായിട്ട് ലയിപ്പിച്ചത് എന്ത് ചെയ്തു? സോഡിയം ഹൈഡ്രോക്സൈഡും നമ്മൾ ഈ പറഞ്ഞ ആ ഒരു ഹൈഡ്രജൻ ഗ്യാസ്, കണ്ടോ? ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഉണ്ടാവുന്നത്. ഒരു ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഇനി ജലവുമായുള്ള ലോഹങ്ങളുടെ പ്രവർത്തനം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. അതിൽ സോഡിയം, നമ്മൾ തണുത്ത ജലവുമുണ്ട്, ചൂടുള്ള ജലവും. നിങ്ങൾ അറിയേണ്ട ഒരു റിയാക്ഷന്റെ സ്പീഡ് ഒരു തണുത്ത ജലത്തിലാണെങ്കിൽ പതുക്കെ നടക്കത്തുള്ളൂ കേട്ടോ. നമുക്ക് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ലാവൽ ചെയ്യുമ്പോൾ നമ്മളൊരു ഐസിൽ മുക്കി വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് എക്സ്പ്ലോഡ് ചെയ്യും, പൊട്ടിത്തെറിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള റിയാക്ഷനിലോട്ട് തണുത്ത ജലത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഐസിലായിരിക്കും നമ്മൾ ആ റിയാക്ഷൻ മുക്കി വെച്ചിട്ട് ചെയ്യുന്നത്. ചൂടുള്ള വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അപ്പൊ സോഡിയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ക്രിയാശീലത ഭയങ്കര കൂടിയ ഒരു ലോഹമാണ്, അല്ലെ? ഏറ്റവും മുകളിൽ വരുന്ന ആളാണ്. അപ്പൊ അയാൾ നമ്മൾ തണുത്ത ജലത്തിൽ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉറപ്പായിട്ട് ആ റിയാക്ഷൻ നടക്കും, അല്ലെ? കാരണം സോഡിയം ഏറ്റവും മുകളിലുള്ള ആളാണ്. അപ്പൊ നിങ്ങൾ നോക്കി, തീവ്രമായി ആ റിയാക്ഷൻ പ്രവർത്തിക്കും. ചൂടുള്ള വെള്ളത്തിൽ അവർ കാണിച്ചിരിക്കുന്നത്, നമ്മുടെ SCRT ടെസ്റ്റിൽ നമ്മൾ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അത് ട്രൈ ചെയ്ത് നോക്കാതിരിക്കാനാണ്. കാരണം എന്താണ്? തണുത്ത ജലത്തിൽ വളരെ തീവ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഭയങ്കര പൊട്ടിത്തെറിക്കും കേട്ടോ. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു കളർ കൊടുത്തിരിക്കുന്നത്, ചെയ്ത് നോക്കാതിരിക്കാനാണ്. ഇനി മഗ്നീഷ്യം എവിടെയാണ് വരുന്നത്? ഇത്തിരി താഴെയാണ് വരുന്നത്, അല്ലെ? അവർക്ക് ഇത്തിരി കൂടെ ഒരു ക്രിയാശീലത കുറവാണ്. അപ്പൊ തണുത്ത ജലത്തിലാകുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ പ്രവർത്തനം തീരെ കുറവായിരിക്കും, അല്ലെ? കാരണം തണുപ്പിച്ച ജലമാണ്. പക്ഷെ നമ്മളൊന്ന് ചൂടാക്കി കൊടുത്ത് എന്ത് ചെയ്യും? അവർ ഇത്രയും കൂടെ കൂടുതൽ നന്നായിട്ട് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കാം. കോപ്പർ നോക്കി, ഏറ്റവും ക്രിയാശീലത കുറഞ്ഞ നമ്മുടെ ഒരു മൂലകങ്ങളിൽ ഒന്നാണ് എന്ത്? കോപ്പർ ഏറ്റവും ക്രിയാശീലത കുറഞ്ഞ മൂലകങ്ങളിൽ ഒന്നാണ്. അപ്പൊ ഇയാളെ നമ്മൾ തണുത്ത ജലത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കത്തില്ല, കാരണം തണുപ്പാണ്. ഇനി ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാലോ? അവിടെയും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ല. കാരണം എന്താണ്? അവരുടെ ക്രിയാശീലത എന്താണ്? വളരെ കുറവാണ്. വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കുക, അല്ലെ? എന്താണ്? ഈ ജസ്റ്റ് ഒരു സീരിയസ് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത് നിങ്ങൾ അറിയേണ്ട, ജലവുമായുള്ള ഈ ഒരു ലോഹങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ വായുവുമായുള്ള പ്രവർത്തനം മനസ്സിലാക്കണം. വായുവുമായുള്ള പ്രവർത്തനം മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ വായു എന്ന് പറയാൻ എന്തൊക്കെയുണ്ട്? നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് എന്തുള്ള വായുവിലുള്ളത്, അല്ലെ? അപ്പൊ നിങ്ങൾ ഇവിടെ ടേം അറിയേണ്ട കാര്യമുണ്ട്. പുതുതായി മുറിച്ച ലോഹങ്ങളുടെ പ്രതലത്തിന് തിളക്കം ഉണ്ടാകുമല്ലോ, ആ ഒരു സവിശേഷതയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത് കേട്ടോ. ലോഹദ്യുതി ഇംഗ്ലീഷിൽ നമ്മൾ മെറ്റാലിക് ലെസ്റ്റർ എന്ന് പറയും. ഇംഗ്ലീഷിൽ മെറ്റാലിക് ലെസ്റ്റർ എന്ന് പറയും. അതായത് പുതിയതായിട്ട് നമ്മളൊരു സിങ്ക് അല്ലെങ്കിൽ ഒരു സോഡിയത്തിന്റെ ഒക്കെ ഒരു മെറ്റൽ അല്ലെങ്കിൽ ലിഥിയത്തിന്റെ ഒക്കെ ഒരു മെറ്റൽ പീസ് നമ്മൾ മുറിക്കുകയാണെങ്കിൽ അവർ നല്ല ഷൈനിങ് ആയിരിക്കും. ആ ഒരു തിളക്കം, ആ ഒരു പ്രോപ്പർട്ടിക്കാണ് നമ്മൾ ലോഹദ്യുതി എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു ഈസി ഒറ്റ ചോദ്യമായിട്ട് ചോദിക്കാവുന്ന ഒരു സെന്റൻസ് ആണ്. പുതുതായി മുറിച്ച ലോഹങ്ങളുടെ പ്രതലത്തിന് തിളക്കം ഉണ്ടാവുന്ന ആ ഒരു സവിശേഷതയെ വിളിക്കുന്ന പേരെന്താണ്? ലോഹദ്യുതിയാണ് കേട്ടോ. ഇനി നിങ്ങൾ നോക്കേണ്ടത് മഗ്നീഷ്യം, കോപ്പർ, സ്വർണം, സോഡിയം, അലൂമിനിയം ഇവയിൽ ഏറ്റവും വേഗം തിളക്കം നഷ്ടപ്പെടുന്ന ലോഹം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ തിളക്കം നഷ്ടപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ പെട്ടെന്ന് ആരോടെങ്കിലും എന്ത് ചെയ്യണം? റിയാക്ട് ചെയ്യണം, അല്ലെ? വായുമായിട്ടൊക്കെ ഒരു ലോഹം പെട്ടെന്ന് റിയാക്ട് ചെയ്യുമ്പോഴാണ് അവർ ആ തിളക്കം നഷ്ടമാവുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ വീണ്ടും ആരെടുക്കുക? നമ്മുടെ ശ്രേണി എടുക്കുക. ഇതിൽ ആരാണ് ഏറ്റവും മുകളിൽ വരുന്നത്? അയാളായിരിക്കും ചെയ്യുന്നത് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ആരായിരിക്കും ഏറ്റവും മുകളിൽ വരുന്നത്? സോഡിയം ആയിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തിളക്കം നഷ്ടമാവുന്ന ആരുടെ ആയിരിക്കും? സോഡിയത്തിന്റെ ആയിരിക്കും. വളരെ ഈസിയാണ്. ഇനി അടുത്ത് നിങ്ങൾ നോക്കിയേ, വായുവുമായി പ്രവർത്തിച്ച് തിളക്കം നഷ്ടപ്പെടുന്നതിന്റെ അവരോഹണ ക്രമത്തിൽ മുകളിൽ നൽകിയിരിക്കുന്ന ലോഹങ്ങൾ എഴുതി നോക്കുക എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് PSCക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. 4 ഓപ്ഷൻ ആയിട്ട് തന്നിട്ട് ആ ഒരു ഓർഡർ തെറ്റിച്ച് ചോദിക്കാം. അപ്പൊ നിങ്ങൾ അറിയേണ്ട എന്താണ്? ഈ ഒരു സീരീസിൽ ആ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് നോക്കി എഴുതിയാൽ മതി. അവരോഹണ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ള ആളെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എഴുതണം. അപ്പൊ നോക്കിയേ എങ്ങനെ വരും? നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന സോഡിയമാണ്, പിന്നെ തന്നിരിക്കുന്നതിൽ മഗ്നീഷ്യമാണ് താഴെ വരുന്നത്, പിന്നെ അതിന് താഴെ വരുന്നതാണ് അലൂമിനിയം, പിന്നെ വരുന്നതാണ് എന്ത്? കോപ്പർ, ഏറ്റവും അവസാനമാണ് എന്ത് വരുന്നത്? നമ്മുടെ സ്വർണം വരുന്നത്. അപ്പൊ ഈ ഓർഡർ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും.
അപ്പൊ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ ജസ്റ്റ് ഈ ഒരു ക്രിയാശീലതാ ശ്രേണി വെച്ച് വളരെ ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ നോക്കുക, മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് ചേർന്നാൽ എന്ത് സംഭവിക്കും? അവിടെ മഗ്നീഷ്യം ഓക്സൈഡ് ആയിരിക്കും ഫോം ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ഏതൊരു മെറ്റലുകൾ ഓക്സിജനുമായിട്ട് ചേർന്നാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ഫോം ചെയ്യും? ഓക്സൈഡ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. വളരെ ഈസിയാണ്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ് ഗാൽവനിക് സെല്ല്, എന്താണ് വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ. അപ്പോൾ കെമിസ്ട്രിക്ക് ഒട്ടും ഒരു ബേസിക് ഇല്ലാത്ത ആൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് അനിമേഷൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്തത് പറയുന്നത് കേട്ടോ. അപ്പൊ ഗാൽവനിക് സെല്ല് അതിന്റെ വേറൊരു പേരാണ് വോൾട്ടൈക് സെല്ല്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. ഗാൽവനിക് സെല്ലിന്റെ വേറൊരു പേരെന്താണ്? വോൾട്ടൈക് സെല്ലാണ്. ഈ ഗാൽവനിക് സെല്ല് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സെല്ലുകളാണ് എന്ന് പറയുന്നത് ഗാൽവാനിക് സെല്ല്. എന്നാൽ ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലുകളിൽ തിരിച്ച് വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? രാസോർജ്ജമാക്കി മാറ്റുന്നു. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് ഓർത്തിക്കാൻ പറ്റും. ആദ്യമേ എന്താണ് വരുന്നത്? വൈദ്യുത എന്നാണ് വരുന്നത് അല്ലെ. അതായത് വൈദ്യുതോർജ്ജത്തെ എന്താണ്? രാസോർജ്ജമാക്കി മാറ്റുന്ന സെല്ലുകളാണ് വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ. ഇവർ ഉദാഹരണങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഗാൽവനിക് സെല്ലിന് എക്സാമ്പിൾ ആണ് എന്ത്? ഡാനിയൽ സെല്ല്. ഗാൽവനിക് സെല്ലിന്റെ എക്സാമ്പിൾ ആണ് ഡാനിയൽ സെല്ല്. വൈദ്യുത വിശ്ലേഷണ സെല്ലുകളുടെ ഉദാഹരണമാണ് എന്ത്? ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇവരൊക്കെ എന്താണ്? വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾക്ക് ഉദാഹരണമാണ്. ഇനി ഈ ഒരു സെല്ല് മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. എന്താണ് ഇലക്ട്രോലൈറ്റ്, എന്താണ് ഇലക്ട്രോഡ്. എന്താണ് ഇലക്ട്രോലൈറ്റ്, എന്താണ് ഇലക്ട്രോഡ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലീയ ലായനി രൂപത്തിലോ, അതായത് അതിന്റെ സൊല്യൂഷൻ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അതിന്റെ ഉരുകിയ അവസ്ഥയിലോ, അതിന്റെ മോൾട്ടൺ സ്റ്റേറ്റിലോ വൈദ്യുതിയെ കടത്തിവിടുകയും അതിന് രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. അതിന്റെ സൊല്യൂഷൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിൽ ഒരു പദാർത്ഥം വൈദ്യുതിയെ കടത്തി വിടുകയാണെങ്കിൽ അവരാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. അവർ ആസിഡുകളാവാം, ആൽക്കലികളാവാം, ലവണങ്ങളാവാം, അല്ലെങ്കിൽ അവരുടെ ഉരുകിയ അവസ്ഥയാവാം, ലായനികളാവാം, നമ്മൾ ഉപ്പുവെള്ളമൊക്കെ ആവാം. അവരെല്ലാം എന്താണ്? ഇലക്ട്രോലൈറ്റുകളാണ്. എന്നാൽ എന്താണ് ഇലക്ട്രോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രണ്ട് സെന്റൻസ് എന്ത് ചെയ്യാം? നമുക്ക് PSCക്ക് ഡയറക്റ്റ് ചോദ്യമായിട്ടൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇലക്ട്രോലൈറ്റ് എന്താണ്, ഇലക്ട്രോഡുകൾ എന്താണ്. ഇനി നമുക്ക് ആദ്യം പഠിക്കാനുള്ള എന്താണ്? നമ്മുടെ ഗാൽവനിക് സെല്ലാണ്. രാസോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി കൺവേർട്ട് ചെയ്യുന്ന ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടൈക് സെല്ലാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമുക്കൊരു അനിമേഷൻ വെച്ച് വളരെ ഈസി ആയിട്ടാണ് ഇത് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ ഗാൽവനിക് സെല്ല് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം, റിഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജ്ജം വൈദ്യോർജ്ജമാക്കുന്ന ക്രമീകരണമാണ് ഗാൽവനിക് സെൽ അഥവാ വോൾട്ടൈക് സെല്ല്. അപ്പൊ ഈ ഒരു സെല്ലിന് നമുക്ക് രണ്ട് ബീക്കറാണുള്ളത് കേട്ടോ. ഒരു ഗാൽവനിക് സെല്ലിൽ നമുക്ക് രണ്ട് ബീക്കറാണുള്ളത്. ഒരു ബീക്കർ നമ്മൾ എന്ത് ചെയ്തു? സിങ്ക് സൾഫേറ്റ് എടുത്തു. അടുത്ത ബീക്കർ നമ്മൾ എന്ത് എടുത്തു? കോപ്പർ സൾഫേറ്റ് എടുത്തു. അവരുടെ അയോൺസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. സിങ്ക് സൾഫേറ്റിൽ സിങ്ക് 2+ ഉണ്ട്, SO4 2- ഉണ്ട്. കോപ്പർ സൾഫേറ്റിൽ കോപ്പർ 2+ ഉണ്ട്, SO4 2- ഉണ്ട്. ഇനി ഇവരിലേക്ക് ഇവരുടെ തന്നെ ഒരു മെറ്റലിന്റെ കഷ്ണം, ഒരു ദണ്ട് നമ്മൾ നേരത്തെ മുക്കിയതിലോട്ട് മുക്കി വെച്ചിട്ടുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. ഈ സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും ലായനികളാണ് എന്തെന്ന് പറയുന്നത്? ലൈറ്റുകൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഇലക്ട്രോലൈറ്റുകളാണ് ആര്? സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും. ഇലക്ട്രോഡുകളാണ് ആര്? ആ ഒരു സിങ്കും കോപ്പറും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. ആ മുക്കി വെച്ചിരിക്കുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോഡുകൾ. ആരെയാണോ ആരിലാണോ മുക്കി വെച്ചിരിക്കുന്നത് അവരാണ് എന്ത്? ഇലക്ട്രോലൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇവരെ തമ്മിൽ ഒരു വയറുമായിട്ട് കണക്ട് ചെയ്യണം. അതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു സിങ്ക് ഇലക്ട്രോണിൽ ആരുണ്ട്? സിങ്ക് ആറ്റങ്ങളുണ്ട്. അവരുടെ ഓക്സീകരണാവസ്ഥ എന്താണ്? 0ആണ്. കോപ്പർ ഇലക്ട്രോണിൽ ആരുണ്ട്? കോപ്പർ ആറ്റങ്ങളുണ്ട്. അവരുടെ ഓക്സീകരണാവസ്ഥ എന്താണ്? 0ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെ തമ്മിൽ ഒരു മെറ്റാലിക് വയറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഒരു മെറ്റലിന്റെ വയറുമായിട്ട് നമ്മൾ ഇവരെ തമ്മിൽ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഒരു റിയാക്ടിവിറ്റി സീരീസ് അല്ലെ, ആ ഒരു ക്രിയാശീലത ശ്രേണിയിൽ നിങ്ങൾക്കറിയാം ആർക്കാണ് ക്രിയാശീലത കൂടുതൽ? സിങ്കിനാണ് ക്രിയാശീലത കൂടുതൽ. അതായത് അവർ പെട്ടെന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തുന്നവരാണ് അല്ലെ, പെട്ടെന്ന് ഇലക്ട്രോണിനെ കളയുന്നവരാണ്. അപ്പൊ നിങ്ങൾ നോക്കട്ടെ, ഇവരെ തമ്മിൽ ഒരു മെറ്റാലിക് വയറുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ഈ സിങ്ക് ആറ്റം എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ പെട്ടെന്ന് നഷ്ടപ്പെടുത്തും. കണ്ടോ, 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി. അങ്ങനെ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി ഇയാൾക്ക് ഈ ഒരു ഇലക്ട്രോണിൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അവരെന്ത് ചെയ്യും? താഴേക്ക് വരും. എന്തായിട്ട് മാറും? ആ സൊല്യൂഷനിൽ വന്നിട്ട് സിങ്ക് 2+ ആയിട്ട് മാറി. ഇനി എന്ത് ചെയ്യും? ഈ ഒരു 2 ഇലക്ട്രോൺ ഇവിടെ വന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഈ വയറിലൂടെ മൂവ് ചെയ്ത് എവിടെ എത്തും? നമ്മുടെ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ എത്തും അല്ലെ. ഇതിലേ മൂവ് ചെയ്ത് ഒരു ഇലക്ട്രോണിലെത്തി. അത് ഈ ഒരു സൊല്യൂഷനിൽ ആരെടുക്കും? കോപ്പർ 2+ എടുക്കും. അതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് SO4 2- എടുക്കാത്തത്? ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ സൊല്യൂഷനിലെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും അതിനെ ആകർഷിക്കുന്നത് അല്ലെ. നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും തമ്മിലായിരിക്കും എന്നുള്ളത് ആകർഷണമുള്ളത്. അപ്പൊ എന്ത് ചെയ്തു? ആ ഒരു 2 ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഈ മെറ്റാലിക് വയറിലൂടെ മൂവ് ചെയ്തു. നിങ്ങൾക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് സംഭവിക്കും? ഒരു കറണ്ട് ഉണ്ടാവും അല്ലെ.
നമ്മളിവിടെ ഒരു ബൾബ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ ഇതിലെ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു ബൾബ് കത്തും. അപ്പൊ നിങ്ങൾ നോക്കിയോ, ഈ ഒരു 2 ഇലക്ട്രോൺ ഇതിലെ വന്നു, ബൾബ് കത്തി, ആരെടുത്തു? നമ്മുടെ Cu2+ എടുത്തു. ആ Cu2+ എന്തായിട്ട് മാറും? ഇലക്ട്രോണെ സ്വീകരിച്ച അവരെന്തായിട്ട് മാറും? ആറ്റമായിട്ട് മാറും. അവർക്ക് ഈ സൊല്യൂഷനിൽ ഇരിക്കാൻ പറ്റൂല. അവരെന്ത് ചെയ്യും? അവർ ഈ ഒരു ഇലക്ട്രോണിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും, പറ്റിപ്പിടിക്കും. ഇനി അടുത്ത നോക്കിയേ, അടുത്തൊരു സിങ്കാറ്റം വീണ്ടും എന്ത് ചെയ്യും? 2 ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തും. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും സൊല്യൂഷനിലേക്ക് എന്തായിട്ട് വരും? അതിന് 2+ അയോൺ ആയിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺ വീണ്ടും ആ ഒരു വയറിലൂടെ മൂവ് ചെയ്തു, കറണ്ട് ഉണ്ടായി, അടുത്ത Cu2+ എടുത്തു എന്ത് ചെയ്തു? അവർ കോപ്പർ ആറ്റമായിട്ട് മാറി, അവരെന്ത് ചെയ്തു? വീണ്ടും അവിടെ പറ്റിപ്പിടിച്ചു. വളരെ ഈസി അല്ലേ? ഇനി നിങ്ങൾ നോക്കിയേ, ഇത്രയും കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇവിടെ ഒരു 2+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടി അല്ലേ? ഇവിടെ മൈനസ് ആകെ എത്ര ഉണ്ട്? 2, 4, 6 മൈനസേ ഉള്ളൂ. പക്ഷെ നമുക്ക് മൊത്തത്തിൽ എത്ര ചാർജ് ഉണ്ട്? പോസിറ്റീവ് 10 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതായത് പോസിറ്റീവ് ചാർജിന്റെ അളവ് ഇവിടെ കൂടി. അങ്ങനെ വരുമ്പോൾ എന്ത് പ്രശ്നം പറ്റും? അടുത്തൊരു ഇലക്ട്രോണിനെ ഇയാൾ നഷ്ടപ്പെടുത്തണമെന്ന് വിചാരിക്കും. പക്ഷെ എന്ത് പറയുന്നത്? ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല. അതിന് കാരണം എന്താണ്? ഈ ഒരു ഇലക്ട്രോണിനെ ഈ താഴെയുള്ള ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? പിടിച്ച് താഴോട്ട് വലിക്കും. അവരെ ഇങ്ങോട്ട് താഴോട്ട് പിടിച്ച് വലിക്കും. കാരണം ഇവരെന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് എന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. എന്താണ് സാൾട്ട് ബ്രിഡ്ജ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിലേക്ക് ഒരു സാൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്യും. സാൾട്ട് ബ്രിഡ്ജ് എന്താ വെച്ചാൽ വളരെ ഈസിയാണ്. ഒരു തല തിരിച്ച ഒരു യു ഷേപ്പിലുള്ള ഒരു ട്യൂബാണ് എന്തെന്ന് പറയുന്നത്? സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഒക്കെ പോലുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? ഇലക്ട്രോലൈറ്റുകൾ നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു പൊട്ടാസ്യം ക്ലോറൈഡ് ഈ ചുമന്ന ആളാണ് പൊട്ടാസ്യം, Cl- ആണ് ഈ ഒരു പച്ച കളറിലുള്ള ആൾ. അപ്പൊ നമ്മൾ ഈ ഒരു ട്യൂബിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഇങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഈ ഒരു പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ ഈ ഒരു ട്യൂബിന്റെ താരൊക്കെയുണ്ട്, പോസിറ്റീവ് ചാർജായ പൊട്ടാസ്യം ഉണ്ട്, നെഗറ്റീവ് ചാർജായ ക്ലോറിൻ ഉണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു പോസിറ്റീവ് ചാർജ് ഇതിലുള്ള ആരെ ആകർഷിക്കും? നെഗറ്റീവ് ചാർജ് ഉള്ള ക്ലോറിനെ ആകർഷിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ അവിടെ നിന്ന് ഇളകി ഇതിലേക്ക് വരും. ഇനി ഇവിടെ ആര് കൂടുതലാണ് ഇപ്പൊ സൊല്യൂഷനിൽ? ആ ഒരു നെഗറ്റീവ് ചാർജ് കൂടുതലാണ് അല്ലെ? കാരണം ഇതിലുള്ള Cu2+ എല്ലാം എന്തായിട്ട് മാറി? Cu ആറ്റമായിട്ട് ഇവിടെ പോയി. ഇവിടെ നെഗറ്റീവ് ചാർജ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇതിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പൊട്ടാസ്യങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു ട്യൂബിലൂടെ എന്ത് ചെയ്യും? ഇതിലേക്ക് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ ഒരു പ്രോസസ്സ് നടന്ന് ഈ എത്രമാത്രം 2+ ഉണ്ടോ അത്രമാത്രം എന്ത് ചെയ്യും? ആ ക്ലോറിൻ എന്ത് ചെയ്യും? ഈ സൊല്യൂഷനിലേക്ക് വരും. എത്രമാത്രം ഇവിടെ ആ ഒരു SO4 2- ഉണ്ടോ അത്രമാത്രം K+ എന്ത് ചെയ്യും? ആ ഒരു പൊട്ടാസ്യം ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരു ന്യൂട്രാലിറ്റി, ആ ഒരു ചാർജ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീണ്ടും ഈ സിങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കും. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഈ വയറിലൂടെ മൂവ് ചെയ്യാം. കാരണം ഇയാൾക്ക് ആവശ്യമുള്ള നെഗറ്റീവ് ചാർജിനെ ആര് കൊടുത്തു? ഈ സാൾട്ട് ബ്രിഡ്ജ് വെച്ച് ക്ലോറിൻ കൊടുത്തു. അപ്പൊ ഈ ഒരു 2 ഇലക്ട്രോൺ വീണ്ടും എന്ത് ചെയ്തു? വിട്ടുകൊടുത്തു. ഇയാൾ എന്തായിട്ട് മാറി? സിങ്ക് 2+ ആയിട്ട് മാറി. ഇനി എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോൺ വീണ്ടും എന്ത് ചെയ്യും? ബൾബ് കത്തിച്ചു, താഴെ വന്നു, ആ ബാക്കിയുള്ള Cu2+ എടുത്തു. അയാൾ എന്തായിട്ട് മാറി? ആറ്റമായിട്ട് മാറി. അയാൾ എന്ത് ചെയ്തു? ആ ഇലക്ട്രോണിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അതുകൊണ്ട് ഈ റിയാക്ഷൻ എപ്പം വരെ നടക്കും? ഇതിലുള്ള ആ കംപ്ലീറ്റ് സിങ്ക് ആറ്റവും സിങ്ക് 2+ ആവുന്നവരെ എന്ത് ചെയ്യും? ഈ ഒരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു സിങ്ക് ഇലക്ട്രോണിന്റെ സൈസ് എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെ? കാരണം ഇവിടുത്തെ ആറ്റങ്ങളെല്ലാം എന്ത് ചെയ്യും? തീരുവാണ്. അപ്പൊ ഈ ഒരു സിങ്ക് ഇലക്ട്രോണിന്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരും. ഇവിടെയുള്ള ഈ കോപ്പർ 2+ എല്ലാം എന്ത് ചെയ്തു? ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തില്ലേ? ഇപ്പൊ എന്ത് ചെയ്യും? ഈ കോപ്പർ ഇലക്ട്രോണിന്റെ സൈസ് എന്ത് ചെയ്യും? കൂടി കൂടി വരും. ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ സിങ്ക് ഇലക്ട്രോണിന്റെ സൈസ് കുറയുന്നു, കോപ്പറിന്റെ സൈസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഒരു ഗാൽവനിക് സെല്ല്. വളരെ ഈസിയാണ് അല്ലെ? സിങ്ക് എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി സിങ്ക് 2+ ആയി. ആ ഇലക്ട്രോൺ ഈ വയറിൽ കൂടെ മൂവ് ചെയ്ത് എന്ത് ചെയ്തു? കറണ്ട് ഉണ്ടായി. ആ ഇലക്ട്രോണിനെ ആര് സ്വീകരിച്ചു? ഇവിടെയുള്ള Cu2+ സ്വീകരിച്ച് എന്തായിട്ട് മാറി? കോപ്പർ ആറ്റങ്ങളായിട്ട് മാറി. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇവിടെ ഇപ്പൊ ആരാണ് ഫോം ചെയ്തത്? ഇവിടെ ഫോം ചെയ്ത വേറെ 2 ആളുണ്ട്. എന്താണ്? ഇവിടുത്തെ സിങ്ക് 2+ഉം ഈ സാൾട്ട് ബ്രിഡ്ജിൽ നിന്ന് വന്ന ക്ലോറിനോട് ചേർന്ന് എന്ത് ഫോം ചെയ്യും? സിങ്ക് ക്ലോറൈഡ് ഫോം ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഈ ഒരു പൊട്ടാസ്യം ഇങ്ങോട്ട് വന്നില്ലേ? ഇവിടെയുള്ള SO4 2- ചേർന്ന് എന്ത് ഫോം ചെയ്യും? പൊട്ടാസ്യം സൾഫേറ്റും ഇവിടെ ഫോം ചെയ്യും. അതും കൂടെ നിങ്ങളിത് അറിഞ്ഞു വെക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. നമ്മുടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന എവിടെ നിന്ന് എങ്ങോട്ടാണ്? നമ്മുടെ സിങ്കിൽ നിന്ന് കോപ്പറിലേക്കാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആ ഒരു ക്രിയാശീലത ശ്രേണിയിൽ ആ ഒരു ക്രിയാശീലത കൂടിയ മൂലകത്തിൽ നിന്നും ക്രിയാശീലത കുറഞ്ഞ മൂലകത്തിലേക്കാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്? ഇപ്പോൾ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നത്. എന്നാൽ ഇലക്ട്രോണുകളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആര് മൂവ് ചെയ്യുന്നത്? കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി മൂവ് ചെയ്യുന്നത് ഇലക്ട്രോണുകളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് കോപ്പറിൽ നിന്ന് സിങ്കിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അത് നിങ്ങൾ ഓർത്ത് നോക്കണം. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട കാര്യമാണ് നമ്മൾ പറഞ്ഞ സാൾട്ട് ബ്രിഡ്ജ്. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് എടുത്തത്. അതിനുവേണ്ടി നമുക്ക് പൊട്ടാസ്യം നൈട്രേറ്റ് എടുക്കാം, അമോണിയം ക്ലോറൈഡ് എടുക്കാം. ഇത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇവയിൽ ഏതെങ്കിലും ഒരു ലവണം ജെലാറ്റിൻ അല്ലെങ്കിൽ അഗർ അഗർ ജെല്ലി, കേട്ടോ, ഇതിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന വേറെ ജെല്ലാണ്. ഒരു അഗർ അഗർ അല്ലെങ്കിൽ ജെലാറ്റിൻ എന്നുള്ള ഒരു ജെല്ലി ഫില്ല് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അർത്ഥകര രൂപത്തിലാണ് കേട്ടോ. അവർ പേസ്റ്റ് പോലെയാണ്. കംപ്ലീറ്റ് സൊല്യൂഷൻ ഉള്ള ഇതിന്റെ അകത്ത് എന്താണ്? ഒരു പേസ്റ്റ് പോലെയാണ് കേട്ടോ. അർത്ഥകര രൂപത്തിലാണ് കേട്ടോ. കംപ്ലീറ്റ്ലി എന്തല്ല, സോൾഡ് അല്ല, കംപ്ലീറ്റ്ലി ലിക്വിഡ് അല്ല, പക്ഷെ എന്താണ്? ഒരു പേസ്റ്റ് പോലെയാണ് കേട്ടോ.
അങ്ങനെയുള്ള ഒരു യു ആകൃതിയിലുള്ള ട്യൂബാണ് എന്തെന്ന് പറയുന്നത്, സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് അയണുകളുടെ നീക്കം വഴി സർക്യൂട്ട് പൂർത്തിയാക്കാൻ, അല്ലെ, കാരണം നേരത്തെ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആയില്ല, അപ്പൊ നമ്മൾ ഇവരെ വെച്ചപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു സർക്യൂട്ട് പൂർത്തിയാക്കി, അല്ലെ, പൂർത്തിയാക്കാനും സെല്ലിലെ ന്യൂട്രാലിറ്റി നിലനിർത്താനും സഹായിക്കുന്നു. എങ്ങനെയാണ് ന്യൂട്രാലിറ്റി നിലനിർത്തിയത്? ഇവിടെ ഈ ഒരു പോസിറ്റീവ് ചാർജ് കൂടിയപ്പോൾ എന്ത് ചെയ്തു, നെഗറ്റീവ് ചാർജുകളെ സപ്ലൈ ചെയ്ത് എന്ത് ചെയ്തു, ആ ഒരു ന്യൂട്രാലിറ്റി ആര് മെയിൻറ്റെയിൻ ചെയ്തു, നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ സാൾട്ട് ബ്രിഡ്ജിന്റെ രണ്ട് യൂസ് ആണ്. ഒന്നെന്താണ്, ഒന്ന് പറഞ്ഞാൽ ആ ഒരു സർക്യൂട്ട് പൂർത്തിയാക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ എന്താണ്, ആ സെല്ലിന്റെ ന്യൂട്രാലിറ്റി നിലനിർത്താനും ആര് സഹായിക്കുന്നു, നമ്മുടെ സാൾട്ട് ബ്രിഡ്ജ് സഹായിക്കുന്നു. അടുത്ത നിങ്ങൾ അറിയേണ്ടതാണ് എന്താണ് കാറ്റയോണുകളും എന്താണ് ആനയോണുകളും. കാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള ആളുകളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് കാറ്റയോൺ എന്ന് വിളിക്കുന്നത്. അതായത് കാറ്റ് എന്ന് എഴുതുമ്പോൾ CAT ആണല്ലേ കാറ്റ്. ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് പോലാണ് എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഓർത്തിരിക്കാം കേട്ടോ. പോസിറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസിനെയാണ് നമ്മൾ കാറ്റയോണുകളെന്നും നെഗറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസുകളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ആനയോണുകളെന്നും വിളിക്കുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി അടുത്ത് നമ്മൾ നേരത്തെ കാണിച്ച നമ്മുടെ ഗാൽവനിക് സെൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു ഗാൽവനിക് സെല്ലിൽ നിങ്ങൾ അറിയേണ്ടത് സിങ്കിന് എന്താ സംഭവിച്ചേ, സിങ്ക് 2 ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു, ആ സൊല്യൂഷനിൽ സിങ്ക് 2+ ആയിട്ട് മാറി, അല്ലെ ലായനിയിൽ സിങ്ക് 2+ ആയിട്ട് മാറി. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ -2 ഇലക്ട്രോൺ എഴുതാറില്ല, നമ്മൾ എന്ത് ചെയ്തു, ആരോട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് +2 ഇലക്ട്രോൺ എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ 0യിൽ നിന്ന് +2ലേക്ക് അതിന്റെ ഓക്സീകരണാവസ്ഥ കൂടി, ഓക്സീകരണാവസ്ഥ കൂടുന്ന പ്രോസസ് എന്താണ്, ഓക്സീകരണമാണ്. നിങ്ങൾ അറിയേണ്ട ഒരു ടേമും കൂടെ ഉണ്ട്. ഈ ഓക്സീകരണം നടക്കുന്ന ആ ഒരു ഇലക്ട്രോഡ്, ആ ഒരു മെറ്റലിന്റെ കഷ്ണത്തിന്, ആ ഒരു ലോഹത്തിന്റെ കഷ്ണത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. ഓക്സീകരണം നടക്കുന്ന ആ ഒരു മെറ്റലിന് വിളിക്കുന്ന പേരാണ് അത് ആനോഡ്. അപ്പൊ അത് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ആൻ ഓക്സ് എന്ന് ഓർത്തു വെക്കാം. അതായത് ഓക്സിഡേഷൻ നടക്കുന്ന എപ്പോഴും എവിടെയാണ്, ആനോഡിലാണ് കേട്ടോ. ആൻ ഓക്സ്, ഓക്സ് എന്താണ്, കാളയാണ് അല്ലെ. അപ്പം ഓക്സീകരണം നടക്കുന്നത് ആനോഡിലാണ്. ഇത് നിങ്ങൾ നോക്കി കോപ്പർ 2+ എന്ത് സംഭവിച്ചു, കോപ്പർ 2+ സിങ്കിൽ നിന്നുള്ള ഈ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറി, കോപ്പർ 0 ആയിട്ട് മാറി, അല്ലെ. അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ് എന്താണ്, ഓക്സീകരണാവസ്ഥ കുറയുന്ന പ്രോസസ്സ് നിരോക്സീകരണമാണ്, അല്ലെങ്കിൽ റിഡക്ഷൻ ആണ്. ഇനി റിഡക്ഷൻ നടക്കുന്ന ആ ഒരു മെറ്റലിന്റെ കഷ്ണത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, കാഥോഡ്. എന്താണ്, കാഥോഡ്. അപ്പൊ അത് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഡ് കാറ്റ് എന്ന് ഓർത്തിരിക്കാം. അതായത് റിഡക്ഷൻ എപ്പോഴും നടക്കുന്ന എവിടെ ആയിരിക്കും, കാഥോഡിലായിരിക്കും. നിരോക്സീകരണം നടക്കുന്ന കാഥോഡിലും ഓക്സീകരണം നടക്കുന്ന ആനോഡിലുമായിരിക്കും. അപ്പൊ ഒരു ഗാൽവനിക് സെല്ലിന്റെ കേസിൽ ആനോഡ് ആരാണ്, സിങ്ക് ആണ്. കാഥോഡ് ആരാണ്, കോപ്പർ ആണ്. ആർക്കാണ് ഓക്സീകരണം സംഭവിച്ചത്, സിങ്കിനാണ് ഓക്സീകരണം സംഭവിച്ചത്. ആർക്കാണ് നിരോക്സീകരണം സംഭവിച്ചത്, കോപ്പറിനാണ് നിരോക്സീകരണം സംഭവിച്ചത്. ഇനി നിങ്ങൾ നോക്കിയേ, ഇവരെ ആനോഡ് എന്ന് വിളിച്ചു, ഇവരെ കാഥോഡ് എന്ന് വിളിച്ചു അല്ലെ. ഇനി ഒരു ഗാൽവനിക് സെല്ലിന്റെ കേസിൽ അവർ ആനോഡിന്റെ ചാർജ് എന്തായിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ആനോഡിന്റെ ചാർജ് നെഗറ്റീവും കാഥോഡിന്റെ ചാർജ് ആയിരിക്കും എന്ത്, പോസിറ്റീവ് ചാർജ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഗാൽവനിക് സെല്ലിന്റെ കേസിൽ ആനോഡിന്റെ ചാർജ് നെഗറ്റീവും കാഥോഡിന്റെ ചാർജ് ആയിരിക്കും എന്ത്, പോസിറ്റീവ്. ഇനി നിങ്ങൾ അറിയേണ്ടത് പുസ്തകത്തിലെ ഒരു സെന്റൻസ് ആണ്, ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ആണ് എന്ത്, ആനോഡ് അല്ലെ. ഇവിടെയാണ് ഓക്സീകരണം നടന്നത്, അതാണ് ആനോഡ്. നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ആണ് എന്ത്, കാഥോഡ്. ആനോഡിന് നെഗറ്റീവ് ചാർജും കാഥോഡിന് എന്തുമായിരിക്കും, പോസിറ്റീവ് ചാർജും ആയിരിക്കും. അതിന് കാരണം എന്താണ്, നിങ്ങൾക്ക് ഈ സൊല്യൂഷനിൽ ധാരാളം പോസിറ്റീവ് അയോൺസ് ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ചാർജ് എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം അവർ പൊട്ടൻഷ്യലി ജനറേറ്റ് ചെയ്യണം, എന്നാലേ കറണ്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ് കേട്ടോ. ആനോഡിന്റെ ചാർജ് എന്തായിരിക്കും, നെഗറ്റീവും. കാഥോഡിന്റെ ചാർജ് പോസിറ്റീവും ആയിരിക്കും. എന്തില്, ഒരു ഗാൽവനിക് സെല്ലില് കേട്ടോ. നമുക്ക് ഇവിടുത്തെ നോക്കാം. സിങ്ക് ഇലക്ട്രോഡിൽ നടന്ന റിയാക്ഷൻ എന്താണ്, സിങ്ക് 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി സിങ്ക് 2+ ആയിട്ട് മാറി. കോപ്പർ ഇലക്ട്രോഡിൽ നടന്ന എന്താണ്, കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി കോപ്പർ ആയിട്ട് മാറി അല്ലെ. നമുക്ക് ഇവരുടെ മൊത്തത്തിലുള്ള റിയാക്ഷൻ എങ്ങനെ എഴുതാനായിട്ട് പറ്റും, ഇവരുടെ മൊത്തത്തിലുള്ള റിയാക്ഷൻ എങ്ങനെ എഴുതാനായിട്ട് പറ്റും, ഇവരുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആളുകളെ കൂട്ടുക, വലത്തെ സൈഡിലുള്ള ആളുകളെ കൂട്ടുക. അപ്പൊ നമ്മളങ്ങനെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലെ. ലെഫ്റ്റ് സൈഡിലുള്ളവരെ കൂട്ടി, ആരുടെ വലത്തെ സൈഡിലുള്ളവരെ കൂട്ടി. ഇനി ഇതിൽ പൊതുവായിട്ടുള്ളവരെ നമുക്ക് വെട്ടിക്കളയണം. ആരാണ്, 2 ഇലക്ട്രോൺ രണ്ടിടത്തും വെട്ടിക്കളയണം. ഇനി ബാക്കിയുള്ളത് ആരാണ്, സിങ്ക് 0 കോപ്പർ 2+ആയിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ചെയ്തു, സിങ്ക് 2+ഉം കോപ്പർ 0 ആയിട്ട് മാറി. നിങ്ങൾ നോക്കി, ഇവിടെ സിങ്കിന്റെ ഓക്സീകരണാവസ്ഥ 0യിൽ നിന്ന് +2ലേക്ക് കൂടിയില്ലേ, കോപ്പറിന്റെ എന്ത് ചെയ്തു, +2ൽ നിന്ന് 0യിലേക്ക് കുറഞ്ഞു. അതായത് ഓക്സീകരണവും നിരോക്സീകരണവും ഒരൊറ്റ റിയാക്ഷൻ നടന്നു. ആ ഒരു പ്രക്രിയ എന്താണ്, അതൊരു റിഡോക്സ് പ്രവർത്തനമാണ് അല്ലെ. ഓക്സീകരണവും നിരോക്സീകരണവും ഒരു റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ആ ഒരു പ്രക്രിയ എന്താണ്, ആ ഒരു പ്രവർത്തനം എന്താണ്, റിഡോക്സ് പ്രവർത്തനമാണ്. അപ്പൊ നമ്മുടെ ഗാൽവനിക് സെൽ എന്താണ്, ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ് അല്ലെ. ഇനി നമുക്ക് LP സ്കൂൾ ടീച്ചർ 2023 ഈ ഒരു ഗാൽവനിക് സെല്ലുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ച ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അതിന്റെ ഒരു കൺസെപ്റ്റ് അറിയേണ്ടത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കി, സോൾട്ട് ബ്രിഡ്ജുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായവ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ നോക്കി, സിങ്ക് റോഡിന് വെയിറ്റ് നഷ്ടമാവുകയും
സിങ്ക് സൾഫേറ്റ് ജലീയ ലായനിയിൽ സിങ്ക് 2+ അയോണുകളുടെ ഗാഢത കൂടുകയും ചെയ്യുന്നു അല്ലെ. സിങ്ക് ചെറുതായിട്ട് വരുന്നു, കോപ്പർ ആണ് എന്ത് ചെയ്യുന്നത് വലുതായിട്ട് വരുന്നത്. കറക്റ്റ് സെൻസ് അല്ലെ. അപ്പൊ ഇതെന്താണ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ആണ്. ഇനി കോപ്പർ റോഡിന് വെയിറ്റ് നഷ്ടമാവുകയും കോപ്പർ സൾഫേറ്റ് ജലീയ ലായനിയിൽ കോപ്പർ 2+ അയോണുകളുടെ ഗാഢത കൂടുകയും ചെയ്യുന്നു. അങ്ങനെയാണോ സംഭവിച്ചത്? അല്ല, തിരിച്ച സംഭവിച്ചത് അല്ലെ. കോപ്പറിന്റെ വെയിറ്റ് എന്ത് ചെയ്ത് കൂടുകയാണ് ചെയ്തത് അല്ലെ. ഇതെന്താണ്? തെറ്റാണ്. സിങ്ക് റോഡിൽ നിന്നും കോപ്പർ റോഡിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. ശരിയാണോ? അല്ല. എവിടുന്ന് എങ്ങോട്ടാ വൈദ്യുത പ്രവാഹം ഉണ്ടാവേണ്ടത്? ഇലക്ട്രോണിന്റെ പോസിറ്റീവ് ഡയറക്ഷനിലാണ്. ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടാ? സിങ്കിൽ നിന്ന് കോപ്പറിലോട്ടാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് കോപ്പറിൽ നിന്ന് സിങ്കിലോട്ടായിരിക്കണം എന്ത് ഫോം ചെയ്യേണ്ടത്? ആ ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാവേണ്ടത് കോപ്പറിൽ നിന്ന് സിങ്കിലേക്ക് ആയിരിക്കണം. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. കോപ്പർ റോഡിൽ നിന്നും സിങ്ക് റോഡിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. കറക്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എയും ഡിയും ആണ് കറക്റ്റ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പൊ ഈ ഒരു ഡാനസിൽ അല്ലെങ്കിൽ ഈ ഒരു ഗാലനിക്സിൽ കംപ്ലീറ്റ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്നാണ്. അതായത് വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി കൺവേർട്ട് ചെയ്യുന്ന സെല്ലുകളാണ് എന്ത്? വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, വൈദ്യുത വിശ്ലേഷണത്തിന് ആദ്യമായി ഒരു ശാസ്ത്രീയ വിശദീകരണം നൽകിയത് ആരാണ്? മൈക്കിൾ ഫാരഡെ ആണ്. അദ്ദേഹമാണ് വൈദ്യുത വിശ്ലേഷണത്തിന്റെ പിതാവും എന്ന് അറിയപ്പെടുന്നത്. നിങ്ങൾ അറിയേണ്ടത്, ഈ ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ നമുക്ക് ആകെ ഒറ്റ ബീക്കറേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മുടെ ഗാലനിക്സിൽ നമുക്ക് എത്ര ബീക്കർ ഉണ്ടായിരുന്നു? നമുക്ക് 2 ബീക്കർ ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ലായനിയായിട്ട് എടുക്കുന്ന ആളാണ് നമ്മുടെ ഉരുകിയ സോഡിയം ക്ലോറൈഡ് ആണ് നമ്മൾ ലായനിയായിട്ട് എടുക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഉരുകിയ സോഡിയം ക്ലോറൈഡ് എടുക്കുന്നത്? കാരണം ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ Na+ അയോണും ഉണ്ട്, Cl- അയോണും ഉണ്ട്. ഇത് നമ്മുടെ അടുക്കളയിലൊക്കെ കാണുന്ന ആ ഒരു സോഡിയം ക്ലോറൈഡ് അല്ലെ, ഉപ്പ് അല്ലെ, അവർ ഖരാവസ്ഥയിലാണ് അല്ലെ. ആ ഒരു ഖരാവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്ക് ഒരിക്കലും അയോണുകളായിട്ട് മാറാനായിട്ട് സാധിക്കത്തില്ല. Na+ഉം Cl- അയോൺസുമായിട്ട് മാറാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അവരെ ചൂടാക്കിയിട്ട് എന്ത് ചെയ്യുന്നത്? ഉരുക്കിയെടുക്കുന്നത്. അങ്ങനെ ഉരുക്കിയെടുത്ത് കഴിഞ്ഞാൽ അവരെന്തായിട്ട് മാറും? അയോണുകളായിട്ട് മാറും. അയോണുകളായിട്ട് മാറിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവർക്ക് കറണ്ടിനെ കടത്തിവിടാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഉരുകിയ സോഡിയം ക്ലോറൈഡ് എടുത്തത്. ഇനി ഇതിലേക്ക് നിങ്ങൾ നോക്കുക, ഒരു സോഡിയം ക്ലോറൈഡ് ആരൊക്കെ ഉണ്ട്? Na+ അയോണുകൾ ഉണ്ട് അല്ലെ. ചുവന്ന കളറിലുള്ള Na+ ഉണ്ട്, പച്ച കളറിലുള്ള ആരുണ്ട്? Cl- ഉണ്ട്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? 2 ഇലക്ട്രോഡ് മുക്കി വെച്ചു, 2 മെറ്റലിന്റെ കഷ്ണം മുക്കി വെച്ചു അല്ലെ. ഒരു ബീക്കറിൽ തന്നെയാണ് 2 മെറ്റലിന്റെ കഷ്ണം മുക്കി വെച്ചത്. പക്ഷെ ഗാലനിക്സിൽ നമ്മൾ 2 ബീക്കറിലാണ്, ഓരോ ബീക്കറിലും ഓരോ മെറ്റലിന്റെ കഷ്ണമാണ് മുക്കി വെച്ചത്. ഇനി ഇവരെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. പക്ഷെ ഒരു ഗാലനിക്സിന്റെ കേസിൽ നമുക്ക് ബാറ്ററി വേണ്ടായിരുന്നു. പക്ഷെ ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കെമിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി വേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബാറ്ററി കണക്ട് ചെയ്യണം. ആ ബാറ്ററിയുടെ ഒരു പോസിറ്റീവ് ടെർമിനലാണ് ആ ഒരു വലിയ വര, ആ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലാണ് എന്ന് പറയുന്നത് ചെറിയ വര എന്ന് പറയുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിന് ഇലക്ട്രോണിനെ തെള്ളി കൊടുക്കാനുള്ള കഴിവുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നുണ്ട്? വലിക്കാനുള്ള കഴിവുണ്ട്. നെഗറ്റീവ് ടെർമിനലിൽ ഇലക്ട്രോണിനെ തെള്ളി കൊടുക്കാനും പോസിറ്റീവ് ടെർമിനലിൽ ഇലക്ട്രോണിനെ വലിക്കാനുമുള്ള കഴിവുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു ഗാലനിക് സെല്ലിൽ ആരായിരുന്നു ഇലക്ട്രോണിനെ കൊടുക്കുന്നത്? സപ്ലൈ ചെയ്യുന്ന ആരായിരുന്നു? ക്രിയാശീലത കൂടിയ സിങ്ക് മെറ്റൽ ആയിരുന്നു ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ആരാണ് സപ്ലൈ ചെയ്യുന്നത്? ആ ഒരു ബാറ്ററിയാണ് ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കി, ഇലക്ട്രോൺ ഇവിടെ വന്നു, ഇലക്ട്രോൺ ആര് തല്ലിക്കൊടുക്കും? ആ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ തല്ലിക്കൊടുത്തു. അത് ഇതിലേക്കൂടെ മൂവ് ചെയ്തു. സൊല്യൂഷനുള്ള പോസിറ്റീവ് ചാർജ് അത് എടുത്തു. ആരാണ് സൊല്യൂഷനുള്ള പോസിറ്റീവ് ചാർജ്? Na+ ആണ് അല്ലെ. പോസിറ്റീവ് ചാർജ് എടുക്കാൻ കാരണം എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ആ പോസിറ്റീവ് ചാർജ് എടുത്താൽ അവർക്ക് എന്ത് നഷ്ടപ്പെടും? ഈ ഒരു പോസിറ്റീവ് നഷ്ടപ്പെടും അല്ലെ. കാരണം അവർ കടം വാങ്ങിയതാണ്, അവരുടെ പോസിറ്റീവ് ചാർജ് അപ്പം നഷ്ടപ്പെട്ടു. അവരെന്ത് ചെയ്തു? ഇവിടുന്ന് മൂവ് ചെയ്ത് ആ ഇലക്ട്രോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തു അല്ലെ, അവിടെ വന്ന് പറ്റിപ്പിടിച്ചു. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചേ? Na+, ആ സൊല്യൂഷനുള്ള Na+ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറി? Na ആറ്റമായിട്ട് മാറി. അവരെന്ത് ചെയ്തു? ആ ഒരു ഇലക്ട്രോഡിൽ വന്ന് പറ്റിപ്പിടിച്ചു. ഇവിടുത്തെ ഓക്സീകരണാവസ്ഥ നോക്കിയേ, +1 നിന്ന് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ കുറഞ്ഞു. ആ പ്രോസസ് എന്താണ്? നിരോക്സീകരണമാണ് അല്ലെങ്കിൽ റിഡക്ഷൻ ആണ് അല്ലെ. വളരെ ഈസിയാണ്. ഇനി നിങ്ങൾ നോക്കേണ്ടത്, ഈ റിഡക്ഷൻ നടക്കുന്ന ആളെയാണ് നമ്മൾ എപ്പോഴും വിളിക്കുന്നത് എന്ത്? കാഥോഡ് അല്ലെ. റെഡ് ക്യാറ്റ് എന്ന് ഓർത്ത് വെക്കാന്ന് പറഞ്ഞു, കാഥോഡ്. അപ്പൊ ഒരു ഗാലനിക്സിന്റെ കേസിൽ കാഥോഡിന്റെ ചാർജ് എന്തായിരുന്നു? കാഥോഡിന്റെ ചാർജ് പോസിറ്റീവും ആനോഡിന്റെ ചാർജ് നെഗറ്റീവുമായിരുന്നു. എന്നാൽ ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലുകളിൽ കാഥോഡിന്റെ ചാർജ് ആണ് എന്ത്? നെഗറ്റീവ്. അതിന് കാരണം എന്താണ്? ആ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു കാഥോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഇനി നോക്കിയേ, ഇവിടെ ആനോഡിൽ എന്ത് സംഭവിക്കും? ആനോഡ് ആരാണ്? അപ്പം നമ്മുടെ ഈ ഒരു ഇലക്ട്രോഡ് ആണെന്ത്? ഈ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ആണെന്ത്? ആനോഡ്. ഞാൻ പറഞ്ഞ ഈ ഒരു പോസിറ്റീവ് ടെർമിനലിന്, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിന് എന്തിനുള്ള കഴിവുണ്ട്? ഇലക്ട്രോണിനെ വലിക്കാനുള്ള കഴിവുണ്ട്.
അപ്പൊ നെഗറ്റീവ് ചാർജ് ഉള്ള Cl- നിന്നും ആരൊരു ഇലക്ട്രോണിനെ വലിക്കും? ഈ ഒരു പോസിറ്റീവ് ബാറ്ററിയുടെ ടെർമിനൽ ഇലക്ട്രോണിനെ വലിക്കുന്നതാണ്, ഇലക്ട്രോണിനെ വലിച്ചു. ഓക്കെ, വലിച്ചു കഴിഞ്ഞാൽ ഇവർ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവരുടെ മൈനസ് ചാർജ് നഷ്ടപ്പെടും. അപ്പൊ അവരെന്തായിട്ട് മാറും? Cl ആയിട്ട് മാറി. Cl ആയിട്ട് മാറിയിട്ട് അവരവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അവർ ഈ ഒരു ഇലക്ട്രോണിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യും? അതേസമയം അടുത്ത ഒരു ഇലക്ട്രോണിനെ ആര് നഷ്ടപ്പെടുത്തും? വീണ്ടും ആ ബാറ്ററി പുഷ് ചെയ്തു. ആ ഒരു ഇലക്ട്രോൺ വന്ന് ആരെടുത്തു? അടുത്ത Na+ എടുത്തു. അവരെന്തായിട്ട് മാറി? Na ആറ്റമായിട്ട് മാറി. അവരെന്ത് ചെയ്തു? വീണ്ടും അവിടെ പറ്റിപ്പിടിച്ചു, അല്ലേ? പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, വീണ്ടും എന്ത് ചെയ്തു? ഈ സൊല്യൂഷനുള്ള ഒരു നെഗറ്റീവ് ചാർജ് ഇല്ലേ, വീണ്ടും ഒരു ഇലക്ട്രോണിനെ ആ ഒരു ബാറ്ററി വലിച്ചെടുത്തതിന് ശേഷം എന്തായിട്ട് മാറി? വീണ്ടും ഒരു ഇലക്ട്രോണിനെ വലിച്ചെടുത്ത് അവരെന്തായിട്ട് മാറി? Cl ആയിട്ട് മാറി. അവരെന്ത് ചെയ്തു? വീണ്ടും ഇവിടെ വന്ന് പറ്റിപ്പിടിച്ചു. ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ Cl ഒരിക്കലും എന്തായിട്ട് നിൽക്കത്തില്ല, ഒരു Cl ആയിട്ട് നിൽക്കത്തില്ല. അവർ Cl2 ആയിട്ട് നിൽക്കത്തുള്ളൂ. രണ്ട് Cl കൂടി ചേർന്നേ നിൽക്കത്തുള്ളൂ. കാരണം അവരെന്താണ്? അവർ ഡയറ്റോമിക് മോളിക്യൂളാണ്. പക്ഷെ ഇവിടെ സോഡിയം തമ്മിലൊരു അകലം കാണാം നിങ്ങൾക്ക്, അല്ലെ? അവർക്ക് സോഡിയമായിട്ട് തന്നെ നിൽക്കാനായിട്ട് സാധിക്കും. പക്ഷെ Clകൾ എപ്പോഴും എന്ത് ചെയ്യും? Cl2 ആയിട്ട് നിൽക്കത്തുള്ളൂ. അവരെന്താണ്? ഒരു വാതകമാണ്. അതായത് അവരുടെ തമ്മിൽ എന്തുകൊണ്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. രണ്ട് Cl വന്നിട്ട് എന്ത് ചെയ്യും? ഒരു ബോണ്ട് ഫോം ചെയ്യും. അവരെന്ത് ചെയ്യും? ആ ഒരു ബീക്കറിൽ നിന്ന് പുറത്തേക്ക് വാതകമായിട്ടെന്ന് പോകും. അതായത് ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ നമ്മൾ ഉരുകിയ സോഡിയം ക്ലോറൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അതിലെ കാഥോഡിൽ ആര് വന്ന് പറ്റിപ്പിടിക്കും? സോഡിയം വന്ന് പറ്റിപ്പിടിക്കും. ആനോഡിൽ ഏത് വാതകം പുറത്തേക്ക് പോകും? ക്ലോറിൻ വാതകം പുറത്തേക്ക് പോകും. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇനി ഇവിടെ നടന്ന റിയാക്ഷൻ എന്താണ്? ആ സൊല്യൂഷനുള്ള Cl-, ആ ലായനിലുള്ള Cl- ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ആ ബാറ്ററി ഒരു ഇലക്ട്രോണിനെ വലിച്ചിട്ട് എന്തായിട്ട് മാറി? ക്ലോറിനായിട്ട് മാറി, അല്ലെ? ഇയാളുടെ ഇതെന്താണ്? ഓക്സീകരണ അവസ്ഥ 0 ആണ്, അല്ലെ? അത് -1ൽ നിന്ന് എന്ത് ചെയ്തു? 0യിലേക്ക് എന്ത് ചെയ്തു? കൂടി. കാരണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, മൈനസ് എന്ന് എഴുതത്തില്ല, നമ്മൾ എന്ത് ചെയ്യും? ഇപ്പുറത്ത് കൊണ്ടുവന്ന് പ്ലസ് എന്ന് എഴുതത്തുള്ളൂ, അല്ലെ? അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൈനസിൽ നിന്ന് 0യിലേക്ക് ഒന്ന് കൂടി. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രോസസ് എന്താണ്? മൈനസിൽ നിന്ന് ഒന്ന് കൂടിയ ആ ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രോസസ് എന്താണ്? ഓക്സിഡേഷൻ ആണ്, ഓക്സീകരണമാണ്, അല്ലെ? ആ പ്രോസസ്സാണ് ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നോക്കിയാൽ ഞാൻ ഇവിടെ 2 Cl എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു ഒരു Cl ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് 2 Cl- വന്നിട്ട് എന്ത് ചെയ്യും? Cl2 ഗ്യാസ് ആയിട്ട് മാറും. അവരാണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ആ ഇക്വേഷൻ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്, കേട്ടോ. അപ്പൊ അവിടെ നടന്നത് എന്താണ്? ഓക്സീകരണമാണ്, ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആനോഡാണ്. അതായത് ഒരു ഉരുകിയ സോഡിയം ക്ലോറൈഡ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലില് ഇതിന്റെ ആനോഡ് ആരാണ്? ആനോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് സോഡിയമാണ്. കാഥോഡിൽ ലിബറേറ്റ് ചെയ്യുന്ന, പുറത്തേക്ക് പോകുന്ന വാതകം ഏതാണ്? ക്ലോറിനാണ്. ഓക്കെ, എപ്പോഴും ആനോഡിലായിരിക്കും എന്ത് സംഭവിക്കുന്നത്? ഓക്സീകരണം സംഭവിക്കുന്നത്. കാഥോഡിലായിരിക്കും നിരോക്സീകരണം സംഭവിക്കുന്നത്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു ഗാൽവനിക് കേസിൽ അതിന്റെ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവുമായിരിക്കും. ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ എന്തായിരിക്കും? അതിന്റെ ആനോഡ് പോസിറ്റീവും കാഥോഡ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ എപ്പോഴും എന്താണ്? ഓക്സീകരണം നടക്കുന്ന ആളായിരിക്കും ആനോഡ്, നിരോക്സീകരണം നടക്കുന്ന ആളായിരിക്കും എന്ത്? കാഥോഡ്, അല്ലെ? അതിനെ ഓർത്തിരിക്കാൻ റെഡ് ക്യാറ്റ് എന്നും ആൻ ഓക്സ് എന്ന് ഓർത്ത് വെച്ചാലും മതി, കേട്ടോ. റെഡ് ക്യാറ്റും ആൻ ഓക്സ്. അപ്പൊ ആനോഡിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഇനി നമുക്ക് ഇവിടുന്ന് നോക്കിയേ, ഇവിടുന്ന് ഓവറോൾ റിയാക്ഷൻ നമുക്ക് എഴുതണം. മൊത്തത്തിലുള്ള റിയാക്ഷൻ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, അല്ലെ? ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട് Clന്റെ കേസിൽ. കാരണം 2 ക്ലോറിൻ വരണമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ഈ സോഡിയത്തിന്റെ കേസിൽ നമുക്ക് 1 ഇലക്ട്രോൺ പോരാ, 2 ഇലക്ട്രോൺ വേണ്ടേ, അല്ലെ? 2 ഇലക്ട്രോൺ വേണം. കാരണം ഇവിടുന്ന് വരുന്ന 2 ഇലക്ട്രോൺ ആണ്, അല്ലെ? എന്നാലും ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഇവിടുന്ന് 2 ഇലക്ട്രോൺ പോയി ആ 2 ഇലക്ട്രോൺ ഇതിലെ വന്ന് ഇങ്ങനെയാണ് പോകുന്നത്, അല്ലെ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ സോഡിയത്തിന്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം 2 ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? സെയിം ആക്കണം. അപ്പൊ ഇവരെന്തായിട്ട് മാറും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് 2Na++ 2 ഇലക്ട്രോൺ എന്നുള്ളത് എന്തായിട്ട് മാറി? 2Na ആയിട്ട് മാറി. ഇവിടെ നമ്മൾ അതേപോലെ എഴുതി, അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കി, ഇവരെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 2Na++ 2 ഇലക്ട്രോൺ 2Na0 ഉണ്ട്. 2Cl- എന്തായിട്ടുണ്ട്? Cl2 + 2 ഇലക്ട്രോൺ ഉണ്ട്. ഇവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇടത്തെ സൈഡ് ആഡ് ചെയ്തു, വലത്തെ സൈഡ് ആഡ് ചെയ്തു. സംഭവിക്കും ഒരേപോലെ ഉള്ളവരെ വെട്ടിക്കളഞ്ഞു. നമുക്ക് ബാക്കി എന്ത് കിട്ടും? 2Na++ 2Cl- 2Na+Cl2 എന്ന് കിട്ടും. അതായത് ഒരു ഉരുകിയ സോഡിയം ക്ലോറൈഡ് നമ്മുടെ വൈദ്യുത വിശ്ലേഷണത്തിന് ആക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ ഫോം ചെയ്യും? സോഡിയം ഫോം ചെയ്യും, അവിടെ ക്ലോറിൻ ഗ്യാസും ഫോം ചെയ്യും. വളരെ ഈസിയാണ്. ഇനി ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യമായിട്ട് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നോക്കിയേ, ഉരുകിയ സോഡിയം ക്ലോറിന്റെ വൈദ്യുത വിശ്ലേഷണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ് ഏത് അയോൺ ആണ് ആകർഷിക്കപ്പെടുന്നത്? ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോൺ ഏതാണ്? രണ്ടാമത്തെ ചോദ്യമാണ്: ആനോഡിൽ സ്വതന്ത്രമാക്കുന്ന വാതകം ഏതാണ്? മൂന്നാമത്തെ ചോദ്യമാണ്: നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക്, അതായത് കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോൺ ഏതാണ്? അതിന് സംഭവിക്കുന്ന മാറ്റം എഴുതാനാണ് ചോദ്യം. അടുത്തതെന്ന് പറയുന്നത് കാഥോഡിൽ നിക്ഷേപിക്കപ്പെടുന്ന ലോഹം ഏതാണ്?
അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ കൂടി എഴുതാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കുക. നോക്കി, പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക്, അതായത് ആനോഡിലേക്ക് ഏത് അയോണാണ് ആകർഷിക്കപ്പെടുന്നത്? ഏതാണ്? നമ്മുടെ Cl- അയോണാണ് ആകർഷിക്കപ്പെടുന്നത് അല്ലെ. ആനോഡിൽ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? ഏത് വാതകമാണ് ആനോഡിൽ സ്വതന്ത്രമാകുന്നത്? ക്ലോറിൻ ഗ്യാസ് ആണ് അല്ലെ. 2 Cl ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറും. നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക്, അതായത് കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോൺ ഏതാണ്? Na+ ആണ് അല്ലെ. Na+ ആണ്. അവർക്ക് സംഭവിക്കുന്ന മാറ്റം എന്താണ്? Na+ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറും? Na ആയിട്ട് മാറും. കാഥോഡിൽ നിക്ഷേപിക്കുന്ന ലോഹം ഏതാണ്? സോഡിയമാണ് അവിടെ നിന്ന് പറ്റിപ്പിടിക്കുന്നത് അല്ലെ. കാഥോഡിൽ നിക്ഷേപിക്കുന്ന ലോഹം ഏതാണ്? സോഡിയമാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഏതൊരു ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഇപ്പം വളരെ ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നിങ്ങൾ അറിയേണ്ടത്, നമ്മൾ നേരത്തെ എടുത്ത എന്താണ്? ഉരുകിയ സോഡിയം ക്ലോറൈഡ് ആണ് നമ്മൾ എടുത്തത് അല്ലെ. എന്നാൽ നമ്മൾ ഇതിന് പകരം എടുക്കാൻ പോകുന്നതാണ് സോഡിയം ക്ലോറൈഡിന്റെ ലായനിയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോഡിയം ക്ലോറൈഡിന്റെ ലായനി എന്ന് പറയുമ്പോൾ അതിന്റെ താരമുണ്ട്, വെള്ളം കൂടെ ഉണ്ട് അല്ലെ. നമ്മൾ നേരത്തെ സിങ്ക് സൾഫേറ്റ് ലായനിയാണ് എടുത്തത്, കോപ്പർ സൾഫേറ്റ് ലായനിയാണ് ഇവിടെ എടുത്തത്, ഗാൽവനിക് സെല്ല് എടുത്തത്. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ വൈദ്യുത വിശ്ലേഷണ സെല്ല് എന്തെടുത്തു? ഉരുകിയ സോഡിയം ക്ലോറൈഡ് ആണ് എടുത്തത്. ഇനി അതിന് പകരം നമ്മൾ സോഡിയം ക്ലോറൈഡിന്റെ ലായനി എടുത്താൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം വൈദ്യുത വിശ്ലേഷണമാണ്, നമുക്ക് ഒരു ബീക്കറേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ ആരെ എടുത്തു? നമ്മൾ സോഡിയം ക്ലോറൈഡിന്റെ ലായനി എടുത്തു. ഓക്കെ, സോഡിയം ക്ലോറൈഡിന്റെ ലായനി എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ ആരൊക്കെ കാണും? Na+ കാണും അല്ലെ. സോഡിയം ക്ലോറൈഡ് ആകുമ്പോൾ അതിനകത്ത് Na+ കാണും, Cl- കാണും, പിന്നെ അതിന്റെ താഴെ കാണും വെള്ളം ആയതുകൊണ്ട് H2O കാണും അല്ലെ, വാട്ടറും കാണും. ഇനി അതിനകത്ത് 2 ആളുകളും കൂടെ ഉണ്ട്, H3O+ ഉണ്ട്, OH- ഉണ്ട്. അപ്പൊ PSCക്ക് ചോദിക്കാം, സോഡിയം ക്ലോറൈഡ് ലായനിൽ ഉള്ളത് ആരെല്ലാമാണ്? ആരൊക്കെയാണ്? Na+, Cl-, H2O, H3O+, OH-. ഇങ്ങനെ 5 പേരാണുള്ളത്. അപ്പൊ ഇവർ രണ്ടുപേരും എങ്ങനെ വന്നത്? H3O+ഉം OH-ഉം വളരെ ഈസിയാണ്. നമുക്കറിയാം വാട്ടർ എന്താണ്? H+ഉം OH- ആണ് വാട്ടർ അല്ലെ. ആ ഒരു H+ വീണ്ടും ഈ ഒരു വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഒരു H കൂടെ കൂടും, H3O ആണ്, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അങ്ങനെയാണ് H3O+ ഫോം ചെയ്യുന്നത്. പിന്നുള്ളത് ആരാണ്? OH- ആണ്. അങ്ങനെയാണ് ഇവർ 5 ആളുകളും വരുന്നത്. മനസ്സിലായല്ലോ? വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് H+ഉം OH- ആവുന്നുണ്ട്. ആ H+ വീണ്ടും അതിലുള്ള കുറച്ച് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? H3O+ ഫോം ചെയ്യുന്നത്. പിന്നെ OH- എല്ലാം ഉണ്ടല്ലോ, അങ്ങനെയാണ് ആ OH- ഇവിടെ വരുന്നത്. ഇനി നോക്കിയേ, Na+ ഞാൻ കാണിച്ചിട്ടുണ്ട്, Cl- കാണിച്ചിട്ടുണ്ട്, H2O ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട്, H3O+ കാണിച്ചിട്ടുണ്ട്. 3 ഹൈഡ്രജനും ഒരു ഓക്സിജനും ഒരു പോസിറ്റീവ് ചാർജ്. പിന്നെ ആരാളെ? OH- കാണിച്ചിട്ടുണ്ട്. ഇത്രയും പേര് ആ സൊല്യൂഷനിലുണ്ട് അല്ലെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തതിലൂടെ നമ്മൾ 2 ഇലക്ട്രോഡും ആ ഒരു ബാറ്ററിയും കണക്ട് ചെയ്തു അല്ലെ. നമ്മൾ പറഞ്ഞു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഉണ്ട്, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്. എന്ത് സംഭവിക്കും? ഇലക്ട്രോണിനെ തള്ളി കൊടുക്കത്തില്ലേ? അപ്പൊ ഇങ്ങനെ ഇലക്ട്രോൺ ആ ഇലക്ട്രോഡിലൂടെ വന്നു, അവിടെ നിൽക്കുക. ഓക്കെ, അവിടെ നിന്ന്. ഇനി നിങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞത്, ഇതിൽ ആരായിരിക്കും ഈ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്? നേരത്തെ നമുക്ക് ആകെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളായിരുന്നു, ആരായിരുന്നു? Na+ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നമുക്ക് Na+ ഉണ്ട്, നമുക്ക് H3O+ ഉണ്ട്, അതേപോലെ ന്യൂട്രൽ ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾ, ചാർജ് ഇല്ലാത്ത വാട്ടർ മോളിക്യൂൾ ഉണ്ട്. അയാളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങോട്ട് ആകർഷിക്കാം. പക്ഷെ നെഗറ്റീവ് അയോണുകൾ എന്ത് ചെയ്തില്ല? എന്തായാലും ഇലക്ട്രോൺ എടുക്കത്തില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഈ പോസിറ്റീവ് ചാർജുള്ള Na+ എടുക്കാം, അല്ലെങ്കിൽ H3O+ എടുക്കാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഈ വാട്ടർ മോളിക്യൂൾ എടുക്കാം. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, ഇവരെ 3 പേരെയും കമ്പയർ ചെയ്യുമ്പോൾ Na+ അയോണും H3O+ അയോണും അല്ലെ, പോസിറ്റീവ് ചാർജുള്ള അയോൺ, അവരെന്താ വിളിച്ചാൽ നമ്മൾ കാറ്റയോൺസ് എന്ന് വിളിച്ചു അല്ലെ. അയോണും കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നു അല്ലെ. ഇവർ രണ്ടുപേരും ഈ ഒരു നെഗറ്റീവ് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. Na+ ഇങ്ങോട്ട് വരാം, നമ്മൾ H3O+ ഇങ്ങോട്ട് വരാം. കാരണം ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. നിരോക്സീകരണ പ്രവണത അല്ലെ, കാരണം ഇവിടെ എന്താണ്? നിരോക്സീകരണമാണ് ഈ ഒരു ഇലക്ട്രോണിൽ നടക്കേണ്ടത്. നിരോക്സീകരണ പ്രവണത ഇവയെ അപേക്ഷിച്ച്, അതായത് Na+നെയും H3O+നെയും അപേക്ഷിച്ച് വെള്ളത്തിനാണ് കൂടുതൽ കേട്ടോ, വെള്ളത്തിനാണ് കൂടുതൽ. അത് നമ്മുടെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ആർക്കാണ്? Na+നെയും H3O+നെക്കായും നിരോക്സീകരണ പ്രവണത കൂടുതൽ ആർക്കാണ്? H2O-ക്കാണ് കേട്ടോ. അതുകൊണ്ട് കാഥോഡിൽ എന്ത് ചെയ്യും? ആ H2O ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറും? ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്യും, എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും എവിടെ ഫോം ചെയ്യുന്നത്? ഒരു സോഡിയം ക്ലോറൈഡിന്റെ ലായനിയിലൂടെ നമ്മൾ വൈദ്യുത വിശ്ലേഷണം നടത്തി കഴിഞ്ഞാൽ അതിന്റെ കാഥോഡിൽ എന്തായിരിക്കും ഉണ്ടാവുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. നോക്കിയേ, നമ്മുടെ H2O ആ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു, എന്ത് സംഭവിച്ചു? H2O ഇലക്ട്രോണിനെ സ്വീകരിച്ച് നമുക്ക് കിട്ടുന്ന എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഒപ്പം എന്ത് ചെയ്യും? OH- ഫോം ചെയ്യും. ആ OH- എന്ത് ചെയ്യും? ആ സൊല്യൂഷനിലേക്ക് അങ്ങ് വീഴും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. ഇനി നിങ്ങൾ നോക്കുക, തിരിച്ച് ഈ ഒരു നെഗറ്റീവ്, നമ്മുടെ ഈ ഒരു പോസിറ്റീവ് ടെർമിനൽ അല്ലെ, എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വലിക്കും. അതായത് ഇവിടെ നെഗറ്റീവ് ചാർജ് ഉള്ള ആളെ വലിക്കും. പിന്നെ ആരെയും വലിക്കാം? നമ്മുടെ ന്യൂട്രൽ ചാർജ് ഉള്ള വെള്ളത്തെയും വലിക്കാം. ഓക്കെ, അപ്പൊ Cl- അയോണും OH- അയോണും ആനോഡിലേക്ക് എന്ത് ചെയ്യും? ആകർഷിക്കപ്പെടും, ഈ ഒരു സൈഡിലേക്ക് ആകർഷിക്കപ്പെടും.
ഈ അയോണുകളും ജലവും താരതമ്യം ചെയ്യുമ്പോൾ ഓക്സീകരണ പ്രവണത, ഇവിടെ ഓക്സീകരണം അല്ലേ നടക്കുന്നത്, അത് ആർക്കാണ് കൂടുതൽ? Cl- കൂടുതൽ. ഇതൊക്കെ ഇവിടെ പൊട്ടൻഷ്യൽ വെച്ചാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ അത് പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കും ഇവിടെ ആരാണ് പോകുന്നത്? ക്ലോറിനാണ് പോകുന്നത്. അതിനാൽ ആനോഡിൽ എന്തുണ്ടാവും? ക്ലോറിൻ വാതകം സ്വതന്ത്രമാക്കപ്പെടും. അല്ലെ? ക്ലോറിൻ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, നേരത്തെ പോയ റൂട്ട് ക്ലോറിൻ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താവും? 2 ക്ലോറിൻ വന്നിട്ട് ക്ലോറിൻ വാതകമായിട്ട് പുറത്തേക്ക് പോകും. അപ്പൊ നോക്കിയേ, ഇവിടെ 2 ക്ലോറിൻ വന്നു, ക്ലോറിൻ ഗ്യാസ് ആയിട്ട് പോയി പുറത്തേക്ക് പോയി. അല്ലെ? അതായത് എന്ത് സംഭവിച്ചു? ആ ഒരു ഇലക്ട്രോഡ് ആനോഡിലെ റിയാക്ഷൻ എന്താണ്? 2 ക്ലോറിൻ ക്ലോറിൻ വാതകമായിട്ട് പുറത്തേക്ക് പോയി. അല്ലെ? അവിടെ ക്ലോറിൻ വാതകമാണ് ഉൽപ്പന്നം. കാഥോഡിലോ? കാഥോഡില് വെള്ളം ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്ത്? ഹൈഡ്രജൻ വാതകമാണ് അവിടുത്തെ ഉൽപ്പന്നം. അതായത് നമ്മളൊരു സോഡിയം ക്ലോറൈഡ് ലായനിയെ വൈദ്യുത വിശ്ലേഷണം നടത്തി കഴിഞ്ഞാൽ അതിന്റെ കാഥോഡിൽ എന്തുണ്ടാവും? കാഥോഡില് ഹൈഡ്രജൻ ഗ്യാസും ആനോഡിൽ എന്തുണ്ടാവും? ക്ലോറിൻ വാതകവും ഉണ്ടാവും. ഇനി ഈ ഒരു സൊല്യൂഷനിലെ ഡെപ്പോസിറ്റ്, നിങ്ങൾ ഈ റിയാക്ഷൻ കഴിയുമ്പോൾ താഴെ ഒരു വെള്ള പൗഡർ ഫോം ചെയ്യുന്നതായിട്ട് കാണാം. അത് ആരായിരിക്കും? ഈ സൊല്യൂഷനിലെ Na+ഉം OH കൂടെ കൂടി ചേർന്ന് NaOH ആയിട്ട് മാറും കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണത്തിന്റെ ഫലമായി ആനോഡിൽ ക്ലോറിനും കാഥോഡിൽ ഹൈഡ്രജനും ആ ഒരു ലായനിയിൽ എന്ത് ഫോം ചെയ്യും? സോഡിയം ഹൈഡ്രോക്സൈഡും ലഭിക്കും. എങ്ങനെ ലഭിക്കും? ഈ ഒരു Na+, കാരണം Na+ ഇങ്ങോട്ട് പോയില്ലല്ലോ. Na+ അവിടെ ഉണ്ട്, OH- ഉണ്ടല്ലേ, അത് രണ്ടും കൂടെ ചേർന്ന് എന്ത് ചെയ്യും? സോഡിയം ഹൈഡ്രോക്സൈഡ് അവിടെ ഫോം ചെയ്യും. വളരെ ഈസിയാണ്. ഇനി നമ്മൾ അടുത്ത അറിയേണ്ട കാര്യമാണ് വൈദ്യുത വിശ്ലേഷണത്തിന്റെ പ്രായോഗിക ഫലങ്ങൾ എന്തെല്ലാം. ഒരു 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ട് ഇതിൽ ഏതാണ് അതിലെ പ്രായോഗിക ഫലങ്ങൾ അല്ലാത്തതെന്ന് ചോദിക്കാം PSCക്ക്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒന്നാമത്തത് ലോഹങ്ങളുടെ നിർമ്മാണം. അല്ലെ? നമ്മളിപ്പം കണ്ടു, പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം, അലൂമിനിയം എന്നീ ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് അവയുടെ സംയുക്തങ്ങളെ വൈദ്യുത വിശ്ലേഷണം ചെയ്താണ്. അല്ലെ? കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ ആ ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ നിന്ന് നമ്മൾ പറഞ്ഞു നമുക്ക് എന്തുണ്ടാക്കാനായിട്ട് സാധിക്കും? സോഡിയം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ലോഹങ്ങളുടെ നിർമ്മാണം എന്താണ്? വൈദ്യുത വിശ്ലേഷണത്തിന്റെ പ്രായോഗികമായ ഒരു ഫലമാണ്. അടുത്ത ഒരു പ്രോസസ്സാണ് അലോഹങ്ങളുടെ നിർമ്മാണം. അലോഹങ്ങൾ വൻതോതിൽ നിർമ്മിക്കാൻ വൈദ്യുത വിശ്ലേഷണം പ്രയോജനപ്പെടുത്താം. ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ മുതലായ ഇത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന അലോഹങ്ങളാണ്. അല്ലെ? നമ്മളിപ്പോ കണ്ടതാണ്, നമുക്ക് ക്ലോറിൻ വാതകം ഉണ്ടാക്കാൻ പറ്റും, ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അവരെല്ലാം എന്താണ്? അലോഹങ്ങളാണ്. അപ്പൊ അലോഹങ്ങളുടെ നിർമ്മാണത്തിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? വൈദ്യുത വിശ്ലേഷണം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെയാണ് സംയുക്തങ്ങൾ നിർമ്മിക്കുന്നത്. എന്താണ് സംയുക്തങ്ങൾ നിർമ്മിക്കുന്നത്? ഇപ്പൊ നോക്കിയാൽ നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചത് ആരുണ്ടായി? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി. അല്ലെ? സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ്? ഒരു സംയുക്തമാണ്. അപ്പൊ ആ റിയാക്ഷന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയ സംയുക്തങ്ങൾ നിർമ്മിക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? വൈദ്യുത വിശ്ലേഷണം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നാലാമത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ലോഹ ശുദ്ധീകരണം. അത് കോപ്പർ, സ്വർണം മുതലായ ലോഹങ്ങളുടെ ശുദ്ധീകരണത്തിന് നമ്മൾ വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ലോഹ ശുദ്ധീകരണം. അതായത് നമുക്കൊരു ഇംപ്യൂർ ആയിട്ടുള്ള ഒരു മെറ്റൽ ഉണ്ട്, പ്യൂർ ആയിട്ടുള്ള ഒരു ലോഹമുണ്ട്, ഇംപ്യൂർ ആയിട്ടുള്ള ഒരു ലോഹമുണ്ട്. ഇവരെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു സൊല്യൂഷൻ മുക്കി വെച്ചിട്ട് ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ശുദ്ധമല്ലാത്ത ലോഹത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശുദ്ധമാക്കി എടുക്കാനായിട്ട് പറ്റും. അവിടെ കണ്ടാമിനേഷൻ റിമൂവ് ചെയ്ത് നമുക്ക് ശുദ്ധമാക്കാനായിട്ട് സാധിക്കും. ഏത് വഴി? വൈദ്യുത വിശ്ലേഷണം വഴി. ഇപ്പൊ ഈ 4 കാര്യങ്ങൾ, ലോഹങ്ങളുടെ നിർമ്മാണം, അലോഹങ്ങളുടെ നിർമ്മാണം, സംയുക്തങ്ങളുടെ നിർമ്മാണം, ലോഹ ശുദ്ധീകരണം, ഇവര് 4 എന്ത്? വൈദ്യുത വിശ്ലേഷണത്തിന്റെ പ്രായോഗിക ഫലങ്ങൾ. അടുത്ത നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കായി ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ് പഠിക്കാനുള്ളത്. നിങ്ങൾ ആ ഒരു ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്യപ്പെടുന്ന രീതിയാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സെന്റൻസ് ഡയറക്റ്റ് PSCക്ക് ചോദിക്കാവുന്നതാണ്. എന്ത്? വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്യപ്പെടുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. അപ്പൊ ഇവർ എന്തിനു ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞു? വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾക്ക് ഉദാഹരണമാണ്. അല്ലെ? ഇനി നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്ന വിധം. ഓക്കെ, അപ്പൊ ഇതൊരു വൈദ്യുത വിശ്ലേഷണ സെല്ല് ആയതുകൊണ്ട് നമുക്ക് അവിടെ എത്ര ബീക്കർ വേണം? നമുക്ക് ഒരു ബീക്കർ മതി. അല്ലെ? എന്നിട്ട് ഒരു ഇലക്ട്രോഡ് ആരെടുത്തു? അടുത്ത ഇലക്ട്രോഡ് വേറൊരു സാധനം എടുത്തു. അല്ലെ? ഇനി നോക്കി ആ ഒരു നെഗറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ, ഇവിടെ ബാറ്ററിയാണ് കാണിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ സെല്ലായിരുന്നു കാണിച്ചിരുന്നത്. അല്ലെ? സെല്ലുകളുടെ ഒരു കോമ്പിനേഷൻ ആണ് ബാറ്ററി. ഓക്കെ, അപ്പൊ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യേണ്ടത് നമുക്ക് ആവരണം ചെയ്യേണ്ട വസ്തു ഏതാണോ അതാണ്. ഓക്കെ, ഇവിടുത്തെ കേസിൽ ഏതാണ്? ഇരുമ്പ് വളയാണ് നമുക്ക് ആവരണം ചെയ്യേണ്ടത്. അതുകൊണ്ട് അതാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തത്. ഇനി പോസിറ്റീവ് ടെർമിനലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ഏതാണ്? ആ ഒരു പൂശേണ്ട ലോഹമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഒരു പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആരെ കണക്ട് ചെയ്യാൻ? നമ്മൾ കോപ്പറിനെ കണക്ട് ചെയ്യണം. അല്ലെ? ചെമ്പാണ്. ഇനി ഒരു പൂശേണ്ട ലോഹത്തിന്റെ തന്നെ ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം നമ്മൾ അവിടെ ലായനിയായിട്ട്
എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ കോപ്പർ സൾഫേറ്റ് ലായനി നമ്മൾ എടുത്തത്. ഓക്കെ, ഇനി ഇവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു എന്താണ്, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺ എന്ത് ചെയ്യും, തെള്ളി കൊടുക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയേ, നമുക്ക് ഇവിടെ ആരുണ്ട്, ഇവിടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്. ഇയാൾ ആരെ തെള്ളി കൊടുത്തു, ഇലക്ട്രോണിനെ തെള്ളി കൊടുത്തു. അപ്പൊ ഇലക്ട്രോൺ ഈ മെറ്റാലിക് വയറിലൂടെ വന്ന് ഇവിടെ എത്തി, ഇവിടെ എത്തി അല്ലെ, ഇലക്ട്രോൺ ഇവിടെ എത്തി. നമ്മുടെ സൊല്യൂഷൻ ആരുണ്ട്, നമുക്ക് കോപ്പർ സൾഫേറ്റ് ഉണ്ട്. സൊല്യൂഷൻ നമുക്ക് കോപ്പർ സൾഫേറ്റ് ഇല്ലേ, ഇവിടെ നമുക്ക് Cu2+ ഉണ്ട്, SO4 2- ഉണ്ട് അല്ലെ, CuSO4ഉം SO4 2- ഉണ്ട്. അപ്പൊ ആരെ ഈ ഒരു ആരെ ഈ ഒരു ഇലക്ട്രോൺ സ്വീകരിക്കും, Cu2+ എന്ത് ചെയ്യും, ഈ ഒരു Cu2+ ആ വന്ന ഇലക്ട്രോൺ സ്വീകരിച്ച് 2 ഇലക്ട്രോണുകൾ വന്ന് എന്ത് ചെയ്യും, കോപ്പർ ആറ്റമാക്കി മാറ്റും അല്ലെ, Cu0 ആയിട്ട് മാറും. ആ കോപ്പർ ആറ്റം എന്ത് ചെയ്യും, ഈ ഇരുമ്പിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും ഇല്ല, ഇങ്ങനെ കുറെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതിലുള്ള ഈ Cu2+എല്ലാം എന്ത് ചെയ്യും, തീർന്നു പോകും അല്ലെ. കുറെ കഴിയുമ്പോൾ ഇതിലെ Cu2+ എല്ലാം തീരും. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ കോപ്പർ അല്ലേ, ഇതിൽ നിന്ന് ഓരോന്ന് ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിലുള്ള കോപ്പർ 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി എന്തായിട്ട് മാറും, സൊല്യൂഷനിലോട്ട് Cu2+ ആയിട്ട് മാറും. അതായത് ഇതിൽ Cu2+ പറഞ്ഞാൽ ഇവിടെ പോയി കോപ്പർ ആയിട്ട് മാറുമ്പോൾ ഇതിലുള്ള കോപ്പർ എന്ത് ചെയ്യും, 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി Cu2+ ആയിട്ട് ആ സൊല്യൂഷനിലോട്ട് വരും. അങ്ങനെ ഈ ഒരു മെറ്റലിലെ ഈ ഒരു ഇലക്ട്രോണിലുള്ള കംപ്ലീറ്റ് കോപ്പർ എന്ത് ചെയ്യും, തീരുന്നവരെ എന്ത് ചെയ്യും, ഈ ഒരു ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രോസസ്സ് നടക്കും. അതായത് എല്ലാ കോപ്പർ ആറ്റവും എന്ത് ചെയ്യും, ഈ ഒരു ഇരുമ്പിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അറിയാൻ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്, ആവരണം ചെയ്യപ്പെടേണ്ട ലോഹം വെള്ളിയാണെങ്കിൽ അവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആരൊക്കെയാണ്, സിൽവർ നൈട്രേറ്റ് ലായനി, സോഡിയം സയനൈഡ്, സിൽവർ സയനൈഡ് ലായനിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോലൈറ്റുകളായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. കാരണം ഇവിടെ എന്താണ്, സിൽവർ ആണുള്ളത് അല്ലെ. അപ്പൊ സിൽവർ നൈട്രേറ്റ് ലായനി, ആ സിൽവറിന്റെ എണ്ണോളം എടുക്കാം, നമുക്ക് സിൽവർ സയനൈഡ് എടുക്കാം, അല്ലെങ്കിൽ സോഡിയം സയനൈഡ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി സ്വർണ്ണമാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സോഡിയം സയനൈഡ്, ഗോൾഡ് സയനൈഡ് ലായനിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വർണ്ണമാണ് നമുക്ക് ആവരണം ചെയ്യേണ്ട ലോഹമെങ്കിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു SCRT 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.